ഒരു അടിയന്തര സാഹചര്യം രൂപപ്പെടുമ്പോൾ എങ്ങനെ ഒരു ജനാധിപത്യപരം എന്നുള്ളൊരു പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് ജനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കാൻ കഴിയുമെന്നും സ്വേച്ഛാപരമായ ചില നീക്കങ്ങൾ നടത്താൻ കഴിയുമെന്നും ഒരുപക്ഷെ നിയമസഭയുടെയും ക്യാബിനറ്റിൻ്റെയും തീരുമാനങ്ങൾക്ക് അതീതമായി ഞാനും എൻ്റെ മരുമോനും എൻ്റെ അവറാച്ചനും കൂടി കാര്യങ്ങൾ തീരുമാനിക്കും എന്നുമുള്ള ഒരവസ്ഥ സംജാതമാവും എന്നുമൊക്കെ പണ്ടൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. പണ്ടും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്രിമമായിട്ട് ഒരു രോഗവ്യാപനത്തിൻ്റെതായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ആ പരിഭ്രാന്തി മുതലെടുത്തുകൊണ്ട് ഇവിടം ട്രിപ്പിൾ ലോക്ക്ഡൗണിലാക്കി തീർക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു മന്ത്രിസഭ അധികാരത്തിൽ വന്നു. മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ചില പ്രഖ്യാപനങ്ങളും ചില തീരുമാനങ്ങളും പുറത്തേക്ക് വരികയാണ്. ഈ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ആരുടേതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം തന്നെ ആദ്യത്തെ ഒരു മന്ത്രിസഭാ യോഗം കൂടി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കൊരു മന്ത്രിസഭ ഉണ്ട് എന്ന് ആണ്. അതിൽ പലർക്കും പല വകുപ്പുകളും വിഭജിച്ചു കൊടുത്തെന്നും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു മന്ത്രിസഭ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് അതീതമായി അടുത്ത ദിവസത്തെ പത്രത്തിൽ വരുന്നു കുറേ അപ്പോയിൻമെൻറ്റ്സ് നടന്നിരിക്കുന്നു. പണ്ട് നമുക്കറിയാം, ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴത്തേക്ക് ആരായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി? അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മാനും കൈ തിരുമ്മാനും പിടിച്ചിരുത്താനും നടത്തിക്കൊണ്ടുപോയതിന് ശേഷം കസേരയിൽ എടുത്തിരുത്താനും പ്രത്യേകിച്ച് സെക്രട്ടറിമാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉള്ള വ്യവസ്ഥയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ദുരിതകാലത്ത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മന്ത്രിസഭയ്ക്ക് മുമ്പ് ഒരു കത്ത് അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വേണ്ടി. അതായത് ജനങ്ങളൊക്കെ വളരെ കഷ്ടപ്പെടുകയാണ്, നമ്മൾ വലിയ സാമ്പത്തിക ദുരിതത്തിലാണ്, അതുകൊണ്ട് മന്ത്രിമാരുടെ ശമ്പളം ഇപ്പോഴുള്ള 600 രൂപയിൽ നിന്ന് 500 രൂപയായിട്ട് കുറയ്ക്കുന്നതിന് മന്ത്രിസഭ അനുമതി നൽകണം എന്നാണ് EMS നമ്പൂതിരിപ്പാട് ഈ മന്ത്രിസഭയിൽ വെച്ച കത്ത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തു, ഒരു കുഞ്ഞനൻ നായർ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തു. അത് അദ്ദേഹം പോയിട്ട് അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തല്ല, ഞാൻ കുഞ്ഞനന്ദനൻ നായരെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം വർക്കല രാധാകൃഷ്ണൻ വരുമ്പോഴും അതുപോലെ തന്നെയാണ്. അതൊരു പാർട്ടി തീരുമാനമാണ്, പാർട്ടി കൊടുക്കുന്നൊരു അപ്പോയിൻമെൻറ്റാണ്. പക്ഷേ അക്കാലമൊക്കെ മാറി. നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ P. രാജീവ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു മന്ത്രിയുണ്ട്. ഈ മന്ത്രി അതിപ്രഗത്ഭനായൊരു പാർലമെൻറ്റേറിയനാണ് എന്നുള്ള തരത്തിൽ അങ്ങ് പാർലമെൻറ്റ് ഹൗസിനെ തന്നെ തകർത്ത് കളഞ്ഞ ആളാണ്. എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് അന്വേഷിക്കുമ്പോഴാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടി തോണ്ടുവാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് വിവിധ കക്ഷികളിൽപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾക്കൊക്കെ തന്നെ ഫോർഡ് ഫൗണ്ടേഷൻ ഓരോ സെക്രട്ടറിമാരെ ദാനം ചെയ്യുകയുണ്ടായി. അതായത് അവരുടെ ഓരോ ദിവസത്തെയും അജണ്ട എന്താണെന്നുള്ളത്, പാർലമെൻറ്റിൻ്റെ അജണ്ട എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും ഒരു സെക്രട്ടറിയെ സംഭാവന ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ P. രാജീവ് ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഒരു സെക്രട്ടറിയാണ് രാജീവിൻ്റെ പാർലമെൻ്ററി അജണ്ട തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ എവിടെ നിന്ന് എവിടെ വരെ എത്തിച്ചേർത്തിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ EMSൻ്റെ കാലത്ത് ഒരു കുഞ്ഞനന്ദൻ നായർ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് എവിടെ നിന്ന് ഒരു തീരുമാനം വരുന്നു, അത് പാർട്ടിയുടെ തീരുമാനമാണ്. അല്ലാതെ EMSന് അങ്ങനെ കുഞ്ഞനന്ദൻ നായർ അല്ലെങ്കിൽ വേറെ ആരോ വേണമെന്നുള്ളത് അല്ല. EMS അങ്ങനെ ആരെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുമില്ല. EMS പറഞ്ഞില്ലേ, EMS എന്ന് പറയുന്നത് ഒരു ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ആ നയപരമായ തീരുമാനങ്ങൾ ക്യാബിനറ്റിൻ്റെ അപ്രൂവലോടുകൂടി
എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെ നിയോഗിക്കുകയും ചെയ്യും. അവരാണ് ഈ ചീഫ് സെക്രട്ടറി, മറ്റേ സെക്രട്ടറി, മറിച്ച സെക്രട്ടറി എന്നൊക്കെ പറയുന്ന അവരാണ് സെക്രട്ടറിമാർ. സെക്രട്ടറിമാരാണ് ഉത്തരവിറക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓഫീസേഴ്സ് അവരാണ്. അല്ലാതെ എക്സിക്യൂട്ട് ചെയ്യുന്നതും നിയമിക്കുന്നതും ഒന്നും തന്നെ ഒരിക്കലും നേരിട്ട് മന്ത്രിമാരല്ല. മന്ത്രിമാരങ്ങനെ നേരിട്ട് ഉത്തരവിറക്കാനും പാടില്ല. അതാണ് പണ്ട് മുതലെയുള്ള കീഴ്വഴക്കം. ഇപ്പോൾ ഇതൊക്കെ കീഴ്മറിഞ്ഞു പോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ അധികാരമേറ്റ് കഴിഞ്ഞ് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ അവിടുത്തെ മന്ദിരത്തിൻ്റെ പടവുകൾ ഇറങ്ങിയില്ല അതിന് മുമ്പ് തന്നെ ഒരു കൂട്ടം ഉത്തരവുകൾ പുറത്തേക്ക് ചാടുകയാണ്. എന്നുവെച്ചാൽ എന്താണ് ഈ രാജ്യത്തിൻ്റെ അടിയന്തര ആവശ്യം? അദ്ദേഹം പറയുന്ന ഒരു മഹാമാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ അതിൻ്റെ പിടുത്തം വിട്ടിട്ടില്ല. പിടുത്തം വിടാത്തിടത്തോളം കാലം ഇനി എത്ര കാലം കൂടി? അതായത് അന്ന് വരുമ്പോഴും ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഭയങ്കരമായിട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന് അത്യാവശ്യം വേണ്ട റിലീഫ് എന്താണ്? രാജ്യത്തിന് അത്യാവശ്യം വേണ്ടുന്ന റിലീഫ് എന്താണ്? ആ റിലീഫ് ആദ്യം മന്ത്രിമാരെ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ മരുമോൻ പ്രധാനപ്പെട്ട ഒരു മന്ത്രി ആകണം എന്നുള്ളത്. പ്രതിൽ ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഈ മനുഷ്യന് അരോചകമാകുന്ന തരത്തിൽ പ്രത്യക്ഷമായി അവതരിപ്പിക്കുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാത്തൊരു ഭരണാധികാരി നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വരും. പണ്ട് കരുണാകരനായിരുന്നപ്പോൾ തന്നെ കരുണാകരൻ്റെ പിന്തുടർച്ചയായിട്ട് മുരളീധരനെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അന്നത്തെ കോൺഗ്രസ് അതായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം തീരുമാനിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ MLA-മാർക്ക് യാതൊരു അവകാശമില്ല. അവിടെ മുകളിൽ നിന്നുകൊണ്ട് ഏതോ ഒരു പക്ഷി വിളിച്ചു പറയും, ഹൈക്കമാൻഡ് പക്ഷി വിളിച്ചു പറയും ഇന്നയാളായിരിക്കണമെന്ന്. അതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. പക്ഷേ പണ്ടത്തെ കോൺഗ്രസ്സിൽ ഈ പറഞ്ഞതുപോലെ അന്ന് ജനാധിപത്യമൊക്കെ ഉണ്ടായിരുന്നു. ആൻ്റണിയും കരുണാകരനും തമ്മിൽ ഒരുപാട് മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം കോൺഗ്രസിനുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മുരളീധരനെ കോൺഗ്രസിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി ഒരു തീരുമാനമെടുക്കാൻ നേരത്താണ് ആൻ്റണിക്ക് മൂത്രശങ്കയുണ്ടായത്. എന്നുവെച്ചാൽ ആൻ്റണി ആ സമയത്തൊരു അഭിപ്രായം പറയാൻ തയ്യാറായില്ല. ആൻ്റണി വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ തരത്തിൽ കരുണാകരനും പോലും ഒരു സ്വജനപക്ഷപാതം കാണിക്കുന്നതിനും സ്വന്തം മകനെ തിരികെ കയറ്റുന്നതിനും വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിൻ്റെ ചരിത്രമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഗർഹണീയമായ ഒരു ജനാധിപത്യ കുറ്റമാണെന്നും ഒരു ക്രൈമാണെന്നും അത് തീർച്ചയായിട്ടും ഒരു AK ആൻ്റണിയെ പോലെ അല്ലെങ്കിൽ K കരുണാകരനെ പോലെയുള്ള ഒരാൾക്ക് പോലും അത്രയും നിസ്സാരമായി തള്ളിക്കയറ്റിക്കൊണ്ട് വരാവുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾ കരുതിയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മന്ത്രിസഭ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു പ്രസ് സെക്രട്ടറി, മീഡിയ സെക്രട്ടറി, അതെനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ചോദിച്ചാൽ ഈ മീഡിയ വരുമ്പോഴത്തേക്ക് മീഡിയയുടെ കൂട്ടത്തിൽ പ്രസ്സും കൂടെ പോകുന്നതാണ്. അപ്പോൾ മീഡിയയുടെ കൂട്ടത്തിൽ പ്രസ് ഉണ്ടാകുമ്പോഴത്തേക്കിന് പ്രസ്സിന് മാത്രമായിട്ട് ഒരു സെക്രട്ടറിയും മീഡിയയ്ക്ക് മാത്രമായിട്ടൊരു സെക്രട്ടറി, അങ്ങനെ 2 സെക്രട്ടറിമാർക്ക് അങ്ങനെ പല ലക്ഷങ്ങൾ ഈ ശമ്പളം കിട്ടുന്ന ഒരു തസ്തിക. ആരുടെ പണമാണിത്? ആരുടെ പണമാണ്? എന്താണ് ഇതിൻ്റെ ആവശ്യം? ഒരു മീഡിയ സെക്രട്ടറിയുടെയും പ്രസ് സെക്രട്ടറിയുടെയും ആവശ്യം? ഇതിന് പുറമേ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടേതായ ഒരു പ്രസ് കോൺഫറൻസ്, മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് എല്ലാ ദിവസവും പ്രസ് കോൺഫറൻസ് നടക്കുമ്പോൾ അതിനൊരു നോട്ട് എഴുതി കൊടുക്കാൻ ഒരാൾ വേണമെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് നോട്ട് ഒന്നും പ്രശ്നമില്ല. അദ്ദേഹത്തിന് തോന്നുന്നതൊക്കെ അദ്ദേഹം പറയും, പ്രഖ്യാപിക്കും. പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റേതാണ്. ആരുടെ പ്രഖ്യാപനങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വന്ന് പ്രഖ്യാപനങ്ങൾ നടന്നു. അപ്പോൾ പ്രസ് കോൺഫറൻസ് എല്ലാ ദിവസവും പ്രസ് കോൺഫറൻസ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് സെക്രട്ടറി, ഒരു മീഡിയ സെക്രട്ടറി, അതിനുശേഷം എത്രയോ പേഴ്സണൽ അസിസ്റ്റൻറ്റുമാർ ഇത് ഇങ്ങോട്ട് ഒരു മന്ത്രിസഭ ചാർജ് എടുക്കുന്നതിന് മുമ്പ്, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ
ഈ മഹാമാരിയുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വലിയ ആശങ്കയാണ്. മലപ്പുറം ജില്ലയിൽ അത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ആശങ്കയുണ്ടായി. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇടിച്ച് കയറ്റുമ്പോഴാണ്, അതിനിടയിലാണ് ഇത്ര കുറേ അപ്പോയിൻമെൻറ്റുകൾ. ഈ അപ്പോയിൻമെൻറ്റുകൾ ഇല്ലെങ്കിൽ കേരളം എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം. പറഞ്ഞില്ലേ, ഈ ഈ സ്വന്തം പെട്ടി ചുമക്കാനും ചെരുപ്പ് ചുമക്കാനും നടക്കുന്നവരെ ഒക്കെ പിടിച്ച് ഓരോ അധികാര സ്ഥാനത്ത് കൊടുത്ത്, അത് ദിനേശ് പുത്തലത്തായാലും അത് കെ രാഗേഷ് ആയാലും അവരെയൊക്കെ പിടിച്ച് ഓരോ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി കാണിക്കുന്ന ആ ആക്രാന്തം അവരെ പിടിച്ചിരുത്തിക്കൊള്ളൂ. അതായത് ഈ പറഞ്ഞതുപോലെ യജമാനൻ പറയുന്നതനുസരിച്ച് എന്തും നിർവഹിച്ചു കൊള്ളാമേ എന്ന് സമ്മതിക്കുന്ന മാനസികമായ അടിമത്തത്തിൻ്റേതായ ആൾരൂപങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിഷ്ഠിച്ച് ഇഷ്ടം പോലെ കാശ് കൊടുക്കാം. ജനങ്ങളുടെ കാശാണല്ലോ, അത് കൊടുക്കാം. പക്ഷേ അതിന് ഇച്ചിരി ഒരു തഞ്ചം വേണ്ടേ? ഇങ്ങനെ ഇവിടെ കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മഹാമാരിയിൽ കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇട്ടിട്ട് നിങ്ങൾ മലപ്പുറത്ത് വീടുകളിലൊക്കെ എഴുതി വയ്ക്കുകയാണ്, ഈ വീട്ടിൽ താമസിക്കുന്നവർ നോക്കാൻ കൊള്ളാത്തവരാണ്, കാരണം ഇവിടെ കോവിഡ് പിടിച്ച വീട്, ഇത് കോവിഡ് പിടിച്ച വീട്, ഇത് കോവിഡ് പിടിച്ച വീട്, ഇത് കോവിഡ് പിടിച്ച വീട് എന്ന് എഴുതി വയ്ക്കത്ര തരത്തിൽ അധപ്പതിച്ച്, അത് ഇപ്പോഴും പറഞ്ഞില്ലേ, ഈ 21 ഒരിക്കലിത് ആവർത്തിച്ചതാണ്. വീടുകൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അത് മനുഷ്യത്വരഹിതമാണ്, അത് അമാന്യമായ ഒരു രീതിയാണ്. അമാന്യമെന്ന് പറഞ്ഞാലും പോരാ. അപ്പോൾ പറഞ്ഞില്ലേ, ഇത് നേരത്തെ അച്ഛനെ തുടങ്ങാത്ത വീടെന്ന് പറയുന്നത് പോലെ ഇത് കോവിഡ് പിടിച്ച വീട്, ഇത് കോവിഡ് പിടിച്ച വീട് എന്ന് പറഞ്ഞ് സ്റ്റിക്കർ പതിക്കും എന്ന് ഒരു ജില്ലാ കളക്ടർ, ഒരു ജില്ലയുടെ പരമാധികാരി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലവിലിരിക്കുകയാണ്. വീടുകളിൽ കോവിഡ് പിടിച്ച എന്തെങ്കിലും ഒന്ന് അപകടം സംഭവിച്ചു, കോവിഡ് പിടിച്ചു കഴിഞ്ഞവരൊക്കെ തന്നെയാണ് കോവിഡ് മുക്തരായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് കോവിഡ് പിടിച്ച വീടായതുകൊണ്ട് അതിൻ്റെ സമീപത്തോടുകൂടി ആളാരും സഞ്ചരിക്കാൻ പാടില്ല. ആ തരത്തിൽ ആളെ ഓസ്ട്രസൈസ് ചെയ്യുന്ന, സാമൂഹ്യമായിട്ട് ബഹിഷ്കരിക്കുന്ന പ്രാകൃതമായ ഏർപ്പാടുകൾ ഒരു ഭാഗത്ത് നടപ്പിലാക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുമ്പ് വാ എൻ്റെ അനിയനിങ്ങി വാ, എൻ്റെ അടുത്ത് നിന്നിരിക്കും, നിനക്ക് ഞാനിവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഡൻ അപ്പോയിൻമെൻറ്റ് ഉടൻ തന്നെ എടുത്ത് വീശുകയാണ്, അധികാരമെടുത്ത് വീശുകയാണ്. ആരാണ് ഈ അധികാരമെടുത്ത് വീശുന്നത്? ഇപ്പോൾ ഒരു മന്ത്രിസഭ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മന്ത്രിസഭയെ റൺ ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ എത്രയെന്ന് വളരെ നിശ്ചിതമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഗവൺമെൻറ് തീരുമാനങ്ങളാണ്. എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ അത് ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകളാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ, അതായത് ഈ കയ്യും കാലും ഈ ഒന്നും ശേഷിയില്ലാതിരിക്കാനും നടക്കാനും ഇരിക്കാനും ഒന്നും കഴിയാത്തവരാണല്ലോ ഈ മന്ത്രിമാർ. അതുകൊണ്ട് അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട്, പലതരത്തിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട്, എഴുതാനും വായിക്കാനും വായിച്ച് കേൾപ്പിക്കാനും പരാതി കേൾക്കാനും മറുപടി പറയാനും ഒക്കെ സഹായിക്കാനായിട്ടും ഉപദേശം കൊടുക്കുവാനുമായിട്ടും കുറേ അധികം പേരെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് ചീഫ് സെക്രട്ടറി ഉണ്ടെന്നിരിക്കെ, അല്ലെങ്കിൽ ഒരു വ്യൂഹം തന്നെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടെന്നിരിക്കെ അവരെ കൊണ്ടത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ചീഫ് മിനിസ്റ്ററായിരിക്കുന്നത്? ചീഫ് മിനിസ്റ്ററുടെ ജോലി എന്ന് പറയുന്നത് നയപരമായ തീരുമാനങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ എടുക്കുക, ആ നയപരമായ തീരുമാനങ്ങൾ ഇവിടെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് നടപ്പിലാക്കിപ്പിക്കുക. അങ്ങനെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ തന്നെ ഉത്തരവാദിത്വമാണ്. മുഖ്യമന്ത്രിക്ക് കണ്ണ് കാണാൻ വയ്യ, കാത് കേൾക്കാൻ വയ്യ, ഒന്നും അറിയാത്തവനാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ണും കാതും ഒക്കെ കേൾക്കാവുന്ന ഒരാളെ കൂടെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അല്ലാതെ മുഖ്യമന്ത്രിയെ ഇരുത്താനും കിടത്താനും നടത്താനും എടുത്തുകൊണ്ടു പോകാനുമൊക്കെ ഓരോ പ്രൈവറ്റ് സെക്രട്ടറിമാരും തന്നെ എന്തിനാണ് ഒരു MLAക്ക് ഒരു 1-2 പ്രൈവറ്റ് സെക്രട്ടറിമാർ?
എന്തിനാണ് ഇത്തരം സുഖസൗകര്യങ്ങൾ? ഈ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പറഞ്ഞില്ലേ, ആവശ്യമെന്തെന്നും അനാവശ്യമെന്തെന്നും നിർണ്ണയിക്കാനുള്ള ബാധ്യത. അത് പറഞ്ഞില്ലേ, പണ്ട് ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അവിടെ ഒരു പടയുണ്ട്. അതായത് ഈ പാർട്ടിക്കാരുടെ ഒരു പട തന്നെ പലതരം സ്ഥാനങ്ങളിൽ കയറിയിരുന്ന് പബ്ലിക് ട്രഷറിയെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ശരിയാണ്, അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണത്തിന് ചില സാമാന്യമായ മര്യാദകളുണ്ട്. ആ മര്യാദകളിൽ ഒന്ന് ഈ പറഞ്ഞില്ലേ, എന്താണ് 4 തൂണെന്ന് പറയുമ്പോൾ ഒരു തൂണിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, മാധ്യമം എന്ന് പറയുന്ന ഒരു തൂണിൻ്റെ കാര്യം. അത് പറയാത്തതൊന്നും കൊണ്ടല്ല. ഇന്നലെ ഞാനിവിടെ പറഞ്ഞിരുന്നു, KM എബ്രഹാം എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു കടുത്ത അഴിമതിയുടെ അപ്പോയിൻമെൻ്റ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വന്ന് കയറുന്നതിന് മുമ്പ് കേരള ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ഒരു അഴിമതി ഇവിടെ നടന്നിരിക്കുകയാണ്. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വർണ്ണപ്പണയ കമ്പനിക്ക് വേണ്ടി അവരുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അവരുടെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കുകയും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ ഇവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് പിടിച്ച് അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ അച്ചടക്ക ലംഘനവും അഴിമതിയുമാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിയമം നിയമനം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. എന്നിട്ട് ഇവിടെ എത്ര പത്രങ്ങളുണ്ട് നീതിക്ക്? ഇന്ന് NS മാധവൻ എന്ന് പറയുന്ന ഒരു IAS-കാരൻ, തുക്കിടി മാധവനെന്നും പറയും. തുക്കിടി എന്ന് പറഞ്ഞാൽ പഴയ IAS-ൻ്റെ വേറൊരു രൂപമാണ്. അദ്ദേഹം വാനശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പിന്നെ വേറെ എന്തൊക്കെ ഗഹനമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞില്ലേ, ഇതിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, പോർട്ടീസുകാരുടെ വരവിനെ പറ്റി, അമൃതാശ്രലിനെ പറ്റിയൊക്കെ വളരെ ഗഹനങ്ങളായ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊരു അഭിപ്രായമുണ്ടോ? NS മാധവൻ എന്ന് പറയുന്ന ഒരാൾ ഇന്നും മാപ്പിളയുടെ പത്രത്തിൽ, മാമ്മൻ മാപ്പിളയുടെ ഒരു പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് അവിടെ നടക്കുന്ന അനീതിയെക്കുറിച്ചാണ്. ലക്ഷദ്വീപിൽ അനീതി നടക്കുകയാണ്. ലക്ഷദ്വീപിലെല്ലാ ഈ ഇന്ത്യയുടെ പല ഭാഗത്തും കടുത്ത അനീതി നടക്കുകയാണ്. കേരളത്തിനുള്ളിലും കടുത്ത അനീതി നടക്കുകയാണ്. ആ അനീതിക്കെതിരെ പ്രതികരിക്കണം. പക്ഷേ സൗകര്യമുള്ളിടത്ത് മാത്രം അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് ശരിയല്ല. അതായത് അല്പമെങ്കിലും നീതിബോധമുള്ള ഇയാളൊരു പഴയ IAS-കാരനാണ്. പഴയ ഒരു IAS-കാരനാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എങ്ങനെയാണ് IAS കിട്ടിയതെന്നുള്ളത് ജയറാം പടിക്കലിനെ അറിയാവൂ. അതിൻ്റെ വിവരമൊന്നും എനിക്കറിയാം. ജയറാം പടിക്കലാണ് പറഞ്ഞത്, എൻ്റെ പയ്യന്മാരെ ഞാനിങ്ങനെ വിട്ടിട്ടുണ്ട്, പല പ്രസ്ഥാനങ്ങളിലായിട്ട് വിട്ടിട്ടുണ്ട്. അവർ കുറേ നാൾ നക്സലൈറ്റുകളായിട്ട് നടക്കും. കുറേ കഴിയുമ്പോൾ അവർ സർവീസിൽ കയറി നമ്മുടെ വിശ്വസ്തന്മാരായിട്ട് തീരും. അങ്ങനെയുള്ള നല്ല സദ്ഗുണസമ്പന്നരായിട്ടുള്ള IAS-കാർ നമുക്കുണ്ട്. ആ IAS ഗണത്തിൽപ്പെട്ട ആളാണ് ഇയാളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു IAS ഓഫീസറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണെങ്കിൽ, ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓഫീസറാണെങ്കിൽ, ഇത്തരത്തിലൊരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെ ഈ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തെന്ന് പറയാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടാകണം, നട്ടലുണ്ടാകണം, തൻ്റെ ഇടമുണ്ടാവണം. അതില്ലാത്ത ഒരാൾ ഇപ്പോൾ സൗകര്യം, ഇപ്പോഴത്തെ താൽക്കാലിക സൗകര്യം എന്ന് പറയുന്നത്, പത്രത്തിൽ ലക്ഷദ്വീപിനെതിരെ ഒരു ജനരോഷം അങ്ങനെ ഉയർന്നു വരുന്നതുകൊണ്ട് അതിനോടൊപ്പം നിന്നുകൊണ്ട് ഞാനും കൂടെ ഉണ്ടേ എന്ന് പറയുന്നതാണ് എന്നുള്ളതല്ല. നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനത്തിൽ നമ്മുടെ അതായത് പ്രത്യേകിച്ചും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിരുന്ന, ഇപ്പോൾ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഈ പറഞ്ഞില്ലേ ലെജിസ്ലേച്ചർ, പിന്നെ ഈ 4-ാം തൂണിൻ്റെ കഥയാണ് പറഞ്ഞത്. ആ 4-ാം തൂണിൻ്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ആ 4-ാം തൂണിലാണ് മാധവൻ ഇത് എഴുതിയിരിക്കുന്നത്. 4-ാം തൂണ്, 4-ാം തൂണെന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ, ആനയ്ക്ക് 4 കാലുണ്ടെന്ന് പറയുന്നത് പോലെ ഈ 4 കാലില്ല, ഒരു കാലും ഇല്ലാത്തൊരു ആനയാണ്
കേരളത്തിലെ മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനവും KM എബ്രഹാമിൻ്റെ അപ്പോയിൻമെൻറ്റിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നുള്ളൊരു പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഇനി ചർച്ച ചെയ്യുകയുമില്ല. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും KM എബ്രഹാമിൻ്റെ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ അഴിമതിയെപ്പറ്റി ഒരു ചർച്ച ഇവിടെ ഉയർന്നു വരാൻ പോകുന്നതേയില്ല. അപ്പോൾ പക്ഷേ ഈ NS മാധവൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. എഴുത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. പീഡോഫീലിയ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ പ്രക്രിയയെ ഒരു ആൺ പ്രക്രിയയാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാണിന് ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയുടെ പിൻഭാഗം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളും അതിൻ്റെ ആംഗിഷും അതിൻ്റെ സന്ത്രാസവും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളെ അമ്പരപ്പിച്ച ഒരു അസാധാരണ കഥാകൃത്താണ്. അതായത് പല സാഹിത്യത്തിൽ നിന്നും പലതും കോപ്പി അടിക്കുന്നുണ്ട്. കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് വായിക്കുമ്പോഴേ അറിയാം ഇത് കാലഹരണപ്പെട്ട ഒരു മസ്തിഷ്കമാണ്, വാടകയ്ക്കെടുക്കപ്പെട്ടൊരു മസ്തിഷ്കമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത്തരം ഈ ജീർണതകളെ അവതരിപ്പിക്കുമ്പോൾ അതിപ്പോൾ പാശ്ചാത്യ സാഹിത്യകാരന്മാർ ചില പ്രത്യേകതരം കോൺഫ്ലിക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ലവ് ഇൻ ടൈം ഓഫ് കോളറ എന്ന് പറയുന്നൊരു പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടെററുണ്ട്. നിങ്ങളീ പറയുന്ന ഒരു പീഡോഫീലിയയുടെ തന്നെ ഒരു ടെറർ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവസാനം ഈ വാർദ്ധക്യകാലത്തെ പ്രണയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദാർഢ്യം എന്ന് മാർക്സിസ് പറഞ്ഞു പോകുന്നത്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തുകയും നമ്മൾ എന്താണെന്നും നമ്മുടെ ഭൂതകാലം എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് ഒരു മൃഗം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യനിലേക്ക് പരിവർത്തിക്കപ്പെട്ടു വന്നതെന്നും നമ്മൾ എന്തിനോടൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും നമ്മളെന്ത് ജീർണതയായിരുന്നുവെന്നും ആ ജീർണതയിലൂടെ നീന്തി അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരുന്നു ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സാഹിത്യമാണ്. ആ സാഹിത്യത്തിൻ്റെ ഒരു മൂലയ്ക്കാണ് ഇവിടെ ഒരു മലയാളിയായ ഒരു അച്ഛൻ കൊച്ചുമകൾ 8 വയസ്സുള്ള കൊച്ചുമകൾ കവിഴ്ന്നു കിടന്നുറങ്ങുമ്പോഴത്തേക്ക് അയാൾക്ക് പ്രകമ്പനം ഉണ്ടാകുന്നു. അങ്ങനെ പീഡോഫീലിയയുടെ ഏറ്റവും നവതരംഗം മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ഉജ്ജ്വലനായ സാഹിത്യകാരനാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. ഇങ്ങനെ ഒരു ചരക്ക് മലയാളത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഒരു കോളം എഴുതുന്നത്? മനോരമയിൽ നിങ്ങൾ എന്തിനാണ് ഒരു കോളം എഴുതുന്നത്? ആരെ പ്രബുദ്ധനാക്കുക? ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ എല്ലാവരും പ്രബുദ്ധരാണ്. ആരും അവിടെ ഈ പറഞ്ഞില്ലേ, അതായത് ഒരു ന്യൂനപക്ഷ സമൂഹം ജീവിക്കുന്ന ലക്ഷദ്വീപിൽ ആ ന്യൂനപക്ഷ സമൂഹത്തിന് എണ്ണം കുറച്ചു കൊണ്ടുവരികയും അവരെ ഞെരുക്കുകയും ചുരുക്കുകയും അതിനെ ഈ പറഞ്ഞതുപോലെ പണ്ട് മാരാരിക്കുളം ഈ പദ്ധതി കൊണ്ടുവന്ന് അവിടുത്തെ തൊഴിലാളികൾ മുഴുവനും അവിടെ നിന്ന് എവിക്റ്റ് ചെയ്തിട്ട് അത് ഈ തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷന്, ടൂറിസം എക്സ്പ്ലോയിറ്റേഷന്, അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകന് കിട്ടേണ്ട ഒരു സ്ഥലമാണത്. നിർഭാഗ്യവശാൽ അത് ലക്ഷദ്വീപായിപ്പോയി, അത് കേന്ദ്രത്തിൻ്റെ കയ്യിലായിപ്പോയി. അല്ലെങ്കിൽ മരുമകൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ മരുമകൻ ഒരു ദിവസം കൊണ്ട് അവിടെ സ്വർഗരാജ്യമാക്കുമായിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് അതിൽ റിലീജിയസ് പെർസിക്യൂഷൻ്റെ ഒരു അംശമുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നുണ്ട്. വളരെ വിചിത്രമായ ചില നിയമ പദ്ധതികൾ കൊണ്ട് വരുന്നുണ്ട്. മനുഷ്യൻ്റെ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ വല്ലാതെ തകർക്കുന്ന വിക്രിയകൾ അതിനകത്തുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ മുന്നിയിൽ മുലക്കച്ചയും കെട്ടി 3 പേര് എറണാകുളത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ടല്ലോ, അവരെ കൊടുവേലിപ്പത്തൽ കൊണ്ടടിക്കണം. അതായത് ഇങ്ങനെ തീക്ഷ്ണമായൊരു പ്രസ്ഥാനമുണ്ട്, ഒരു പ്രകൃതം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഒരു വലിയ അക്രമം എൻ്റെ കടലിനും അക്കരയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ 10 ആളിനെ കിട്ടുന്നില്ല. പ്രതിഷേധിക്കണമെങ്കിൽ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും വേണം. അങ്ങനെ ഒരു പ്രകടനം ഇവിടെ എന്തിനാണ് ഈ മൂക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പ്രകടനം, അത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് പ്രകടനം നടത്തുന്നത്? ആരെ ബോധിപ്പിക്കാനായിട്ടാണ് മൂക്കിൽ ഈ മുലക്കച്ചയും കെട്ടി പ്രകടനം നടത്തുന്നത്? നിങ്ങളൊന്നുമില്ലെങ്കിൽ അവിടെ ഡൽഹിയിൽ ആളുകൾ
സമരം ചെയ്യുന്നത് കാണുന്നില്ലേ? സമരം ചെയ്യാൻ നേരത്ത് കോവിഡ് വരുന്നുണ്ടോ, പിറകെ കോവിഡ് വരുന്നുണ്ടോ എന്ന് നോക്കി പേടിച്ചോട് കൊണ്ടല്ല ആരും സമരം ചെയ്യുന്നത്. സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ പിറകെ വെടിയുണ്ടയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിറകെ വരുന്ന ഒരു ബോംബായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സർവസ്വവും നശിപ്പിക്കുന്ന എന്തെങ്കിലും നാശത്തിൻ്റെ ഉപകരണങ്ങളായിരിക്കും നിങ്ങളെ പിന്തുടരുന്നത്. അതിനെ നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ആ സജ്ജതയ്ക്കാണ് സമരസജ്ജത എന്ന് പറയുന്നത്. അതിനാണ് സമരം എന്ന് പറയുന്നത്. അതായത് എത്ര വലിയ അതിക്രമങ്ങളും അക്രമങ്ങളും നമ്മുടെ നേരെ വലിച്ചെറിയപ്പെട്ടാലും നെഞ്ച് കാട്ടി നിന്ന്, നമ്മൾ വിരുമാറ് കാട്ടി നിന്നൊക്കെ പറയും. അപ്പോൾ നെഞ്ച് കാട്ടി നിന്ന് ഇതെൻ്റെ ഉയിരിൻ്റെ പ്രമാണമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രക്രിയയാണ് സമരമെന്ന് പറയുന്നത്. ആ സമരത്തെ ഇങ്ങനെ അവഹേളിക്കരുത്. മുലക്കച്ചയും കെട്ടി നിന്ന് അവിടെ ഒരു പ്ലക്കാർഡും പിടിച്ചിട്ട് നമ്മൾ പോലീസുകാരനുമായിട്ട് പരിരംഭണം ചെയ്യുക, അത് പ്രോട്ടോകോൾ വയലേഷനല്ലേ? പോലീസുകാരൻ വരുമ്പോൾ പോലീസുകാരനെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ വയലേഷനല്ലേ? ഈ മുന്നിൽ മുലക്കച്ച കെട്ടിയാൽ മാത്രമേ പ്രോട്ടോകോൾ വയലേഷൻ അല്ലാതായി മാറുമോ? ഈ തരം പ്രഹസനങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ലക്ഷദ്വീപ് നിവാസികളോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിലീജിയസ് പെർസിക്യൂഷൻ്റേതായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നട്ടെല്ല് നിവർത്ത് നിന്ന് അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാകണം. അതില്ല, അത് നമ്മുടെ പരിമിതിയാണെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കണം. അപ്പോൾ അത് ഈ NS മാധവനെ പോലെയുള്ള ഒരാൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ്. അനീതിയാണ്. അനീതി ആയതുകൊണ്ട് അതിനെ എതിർക്കണം. ആരെതിർക്കണം എന്ന് ചോദിച്ചാൽ ഇവിടെ ജനകീയ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ ജനകീയ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനകീയ പ്രസ്ഥാനം മരുമോനെ ഈ പറഞ്ഞില്ലേ, ഇത് നിയമസഭാ സാമാജികനാക്കുന്നു, മന്ത്രിയാക്കുന്നു, സ്വജനപക്ഷപാതത്തിൻ്റെ ഏറ്റവും ജീർണമായൊരു രൂപമാണ്. ഇതിൽ ജീർണമായൊരു രൂപം കേരളത്തിൽ ഒരു മന്ത്രിയും ഒരു മന്ത്രിസഭയും കാണിച്ചിട്ടില്ല. സ്വന്തം മരുമോനെ പിടിച്ച് നിയമസഭാ സാമാജികനാക്കുന്നു. മുരളീധരനെ ആക്കാൻ ശ്രമിച്ചിട്ടാണ് കരുണാകരൻ കൈയും കാലും ഇട്ടടിച്ചത്. ഒന്ന് പാർട്ടിയിലേക്കൊന്ന് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി കരുണാകരൻ തലകുത്തി നോക്കി, എന്നിട്ട് വലിയ എതിർപ്പുകളുണ്ടായി. അങ്ങനെ മുരളീധരൻ അങ്ങനെ പെട്ടെന്ന് കടന്നു വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മുരളീധരനേക്കാളും വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു ഗംഭീര DYFI നേതാവാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നിയമസഭാ സാമാജികൻ ഉണ്ടായില്ലെങ്കിൽ ബേപ്പൂർ ഇപ്പോൾ തന്നെ കടൽ തീരത്താണ്. അത് കടലിൽ താണുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ നിയമസഭാ സാമാജികനാക്കുന്ന അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് മന്ത്രിയാക്കുകയാണ്. മന്ത്രിയാക്കിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ ടൂറിസം വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ എന്താ ഒരു മന്ത്രിസഭയില്ലേ? നമുക്ക് ഒരു ടൂറിസം നയമില്ലേ? കേരള ടൂറിസത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? കേരള ജനതയെ ടൂറിസം എങ്ങനെ ബാധിക്കും? നമുക്കറിയാം, പല രാജ്യങ്ങളെയും ടൂറിസം വളരെ മോശപ്പെട്ട രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യതിരിക്തമായൊരു സംസ്കാരമാണ്. നമ്മളറിയാം, ഗോവയിലൊക്കെ ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്ന കഥകളാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് തുടങ്ങുന്ന കഥകൾ. അപ്പോൾ ചില രാജ്യങ്ങൾ, ചില മോഡലുകൾ, ചില മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ടൂറിസത്തിൻ്റെ ചില മാതൃകകളുണ്ട്. അപ്പോൾ ഒരു ടൂറിസം നയം രൂപപ്പെടുത്താനുള്ള ബാധ്യത ഇവിടുത്തെ മന്ത്രിസഭയ്ക്കാണെന്നിരിക്കെ ആ നയമൊക്കെ അങ്ങ് ഉണ്ടാകുന്നതിന് മുമ്പ് മന്ത്രി കയറി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇനി ഇവിടെ സർവത്ര ടൂറിസമായിരിക്കും. ടൂറിസം കൊണ്ട് അതിപുഷ്കലമായ ഈ സംസ്ഥാനത്ത് ഒരു സ്വർഗരാജ്യം വിടർന്നു വരുന്നത് കാണാം. എന്ത് കോമാളിത്തരമാണ്! ആരാണ് ഇയാൾക്ക് ഇതിന് അധികാരം കൊടുത്തിരിക്കുന്നത്? ഒരു മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ വകുപ്പുകളെപ്പറ്റി, പൊതു നയത്തെപ്പറ്റി വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ബാധ്യത മന്ത്രിസഭയ്ക്കുള്ളതാണ്. മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്, അല്ലാതെ ഒറ്റതിരിഞ്ഞുള്ള പ്രവർത്തനമല്ല. അത് മുഖ്യമന്ത്രിക്ക് തോന്നിയ പോലെ കുറേ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള ഒരു സങ്കേതമല്ല മന്ത്രിസഭ എന്ന് പറയുന്നത്. മന്ത്രിസഭ എന്ന് പറയുന്ന ആളുകൾ ഒന്നിച്ചിരിക്കുകയും മന്ത്രിമാർ ഒന്നിച്ചിരിക്കുകയും ഓരോ വകുപ്പിലും എന്ത് നയമാണ്, നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭ സ്വീകരിക്കേണ്ട നിയമം, അല്ല മന്ത്രിക്ക് മാത്രമായിട്ടൊരു നിയമം അതിനകത്തില്ല.
മന്ത്രിസഭയുടെ പൊതു നയമെന്താണ്? ഇപ്പോൾ പറഞ്ഞില്ലേ, പണ്ട് കാർഷിക ബന്ധ ബില്ല്, വിദ്യാഭ്യാസ ബില്ല് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ കാർഷിക ബന്ധ ബില്ലും വിദ്യാഭ്യാസ ബില്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ തോന്നിയാസമായിരുന്നില്ല. അതൊരു മന്ത്രിസഭയുടെ നയപദ്ധതിയുടെ ഭാഗമായിരുന്നു. അത് വിപ്ലവകരമായ നയപദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ വിദ്യാഭ്യാസ ബില്ലിൻ്റെ തണലിലാണ് ഇന്നും ഞാനും നിങ്ങളുമൊക്കെ ഒച്ചയെടുത്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെന്ന നിലയിൽ. എൻ എസ് മാധവൻ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് എൻ എസ് മാധവൻ ഈ അവിടെ ലക്ഷദ്വീപിനെ പറ്റി എഴുതുമ്പോൾ എൻ എസ് മാധവൻ ഒരിക്കലും കെ എം അബ്രഹാമിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റി അഴിമതിയെപ്പറ്റി ഒരക്ഷരം മിണ്ടില്ല. അഴിമതിക്കെതിരെ സമരം ചെയ്ത് നക്സലൈറ്റ് കൊടിയുമെടുത്ത് ഇവിടെ രാജ്യം നന്നാക്കാനായിട്ട് ഓടിപ്പുറപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇല്ല, അതിൽ കൂടിയല്ല സ്വർഗരാജ്യം വരുന്നത്. അത് IAS പടവുകളിലൂടെയാണെന്ന് മനസ്സിലാക്കി IAS പടവുകളിലെത്തി കഥകളൊക്കെ എഴുതി എന്താണ് ജീവിതത്തിൻ്റെ ന്യായം, എന്താണ് ജീവിതത്തിൻ്റെ അന്യായം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ തീരുമാനങ്ങളൊക്കെ എത്തി. ഹോർത്തൂസ് മലബാർക്കാസ് മാത്രം അതിൽ ഇട്ടി അച്യുതനെന്ന് എഴുതാൻ പാടില്ല. എന്നുവെച്ചാൽ ഇട്ടി അച്യുതൻ അവർണനാണ്. അവർണനായ ഒരു ഇട്ടി അച്യുതൻ എങ്ങനെയാണ് അവിടെ പരന്ത്രീസ് സാഹിബ് പരന്ത്രീസ് സാഹിബല്ല, പോർത്തുഗീസ് സാഹിബ് കണ്ടുപിടിച്ച മഹത്തായ ഒരു ഗംഭീര കൃതിയുടെ ഉപജ്ഞാതാവായി മാറുന്നത്? അത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനപാരമ്യം എന്ന് പറയുന്നത്. എൻ എസ് മാധവൻ്റെ അദ്ദേഹം ഒരു പറഞ്ഞില്ലേ, പത്രത്തിലൊരു കോളം എഴുതുമ്പോൾ ഇന്നലെ നടന്ന ഏറ്റവും വലിയ അഴിമതി, അതായത് ലക്ഷദ്വീപിൽ നടക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസാണ്. അതായത് ഇന്ത്യ ഭരിക്കുന്ന രണ്ടാമതും ഇന്ത്യ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ഒരിക്കൽ ചെയ്ത കുറ്റകൃത്യങ്ങൾ കണ്ട് അതിൽ ആനന്ദം കൊണ്ട് രണ്ടാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മോദി ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. അവർക്ക് അധികാരത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു റിലീജിയസ് പെർസിക്യൂഷൻ്റേതായിട്ടുള്ള അജണ്ട ഉണ്ടാകണം. അപ്പോൾ അതിന് സാർവത്രികമായിട്ട് ഇവിടുത്തെ BJPക്കാർ ഒരു അപലപിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു കൂട്ടെഴുത്ത് നടത്തുന്നതിലല്ല ഒരാൾ അയാളുടേതായ ധാർമ്മിക ബോധം പ്രകടിപ്പിക്കേണ്ടത്. ഒരു പുതിയ മന്ത്രിസഭ വന്നിരിക്കുന്നു. ഒരു പുതിയ മന്ത്രിസഭ വന്നിട്ട് 28 അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നു. 28 അപ്പോയിൻമെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം 28 അതാ 280 എനിക്കറിഞ്ഞൂടാ, അത്രയും അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുകയാണ്. ആ അപ്പോയിൻമെൻറ്റ് നടന്നതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞതുപോലെ അഴിമതി എന്ന് 100% അരക്കിട്ട് പറയാവുന്ന ഒരു കടുത്ത അഴിമതി നടന്നിരിക്കുന്നു. ഇന്നലെ നടന്ന അഴിമതിയെപ്പറ്റി ഇന്ന് ശബ്ദിക്കാനാവാത്തവൻ, അതിന് നാവില്ലാത്തവൻ എന്തിന് എഴുതുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ആരെ ഗുണപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നത്? നിങ്ങൾ നാളെ ഈ മോദിയുടെ പാർട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കൈക്കൂലി തന്ന് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തുകയാണെങ്കിൽ അവിടെ പോയിരുന്ന് മോദിക്ക് വേണ്ടി മോങ്ങുവാനും മടിക്കാത്ത ഒരാൾക്ക് മാത്രമേ ഈ തരത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന KM എബ്രഹാമിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന അഴിമതിക്കെതിരെ നിശബ്ദനായിരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അത് ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതിൽ വളരെ രസകരമായി തോന്നിയൊരു കാര്യം, ഇവിടെ എങ്ങും ആരും പറയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് വാക്സിനേഷൻ എടുത്താൽ ചത്തുപോകും, മനുഷ്യൻ മരിച്ചു പോകുമെന്ന് എന്ന് ആരൊക്കെയോ വ്യാജപ്രചരണം നടത്തുന്നു. ആകെ വ്യാജപ്രചരണം നടത്തിയത് മുഖ്യമന്ത്രി മാത്രമാണ്. വാക്സിനേഷൻ എടുത്താൽ മരിച്ചു പോകുമെന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടത് മുഖ്യമന്ത്രി പറഞ്ഞാണ് കേൾക്കുന്നത്. അല്ല, കേരളത്തിലാരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ വെസ്റ്റേൺ മീഡിയയിൽ പലതും പറയും, അതൊന്നും ഇവിടെ ആരും നോക്കാറില്ല. അത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റേതായിട്ടുള്ള മതിപ്പും ഏതിന് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് എൻ്റെ വായനക്കാർ തീരുമാനിക്കും. ഇവിടെ ആരാ പറഞ്ഞത്? ഈ അടുത്ത് ഇവിടുത്തെ ഈ പറഞ്ഞില്ല മുഖ്യ ഭരണാധികാരിയോട് ആരാ പറഞ്ഞത് വാക്സിനേഷൻ കൊടുത്തത് മരിച്ചു പോകുന്നു? വാക്സിനേഷൻ കൊടുത്താൽ ചിലപ്പോൾ അതിന് ചില നല്ലതല്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടായെന്നിരിക്കാം.
നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇതിൻ്റെ അതോറിറ്റി അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തെപ്പറ്റി ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല, ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ വാക്സിനേഷൻ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആൻ്റണി ഫൗസി പറഞ്ഞത് എന്താണ്? അതായത് ഈ വാക്സിനേഷൻ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റേ സീസണൽ ഫ്ലൂവിനുണ്ടാകുന്നത് പോലെയുള്ള ഒരു ചെറിയ പ്രയോജനം ഉണ്ടാകുന്നതൊക്കെ കഴിഞ്ഞ് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് ഇത് കേരളീയരാരുമല്ല പറഞ്ഞത്. ഈ നമ്മൾ ഇതിനൊക്കെ പണം വാങ്ങുന്ന US ഇമ്പീരിയലിസത്തിൻ്റെ വക്താവായ ആൻ്റണി ഫൗസിയാണ് പറഞ്ഞത്. അതാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷയെടുത്ത് ഉദ്ധരിച്ചത്. ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു അപകടം സംഭവിക്കുന്നു, ഒരു ബെൽറ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്യന്തികമായ എല്ലാ അപകടങ്ങളും രക്ഷപ്പെടുന്നില്ല, ചെറിയൊരു സപ്പോർട്ട് കിട്ടും, അത്രയേ ഉള്ളൂ വാക്സിനേഷൻ എന്ന് പറഞ്ഞത് ആൻ്റണി ഫൗസിയാണ്, അല്ല വേറെ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് പറഞ്ഞത് ആൻ്റണി ഫൗസിയാണ്. നിങ്ങളുടെ യജമാനാണ്, നിങ്ങൾക്ക് കാശ് തരുന്നത് നിങ്ങളുടെ യജമാനാണ് അങ്ങനെ പറഞ്ഞത്, അല്ല വേറെ ആരും പറഞ്ഞിട്ടില്ല. അതുമല്ല ഇത് എടുത്താൽ ചത്തുപോകുമെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അലക്സോ ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രോഗം കൊണ്ട്, ഈ കോവിഡ് എന്ന് പറയുന്ന രോഗം കൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് ശാസ്ത്രീയമായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓട്ടോപ്സികൾ കുറേ അധികം നമ്മൾ ചെയ്തു നോക്കി, ഓട്ടോപ്സികളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു. പിന്നെ ഇവർ നടന്ന വേറെ ചില ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്പൈക്സും മറ്റേ നമ്മുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന കുറേ എലിമെൻസും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നും അവ തമ്മിൽ യോജിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും പറഞ്ഞ് കുറേ അധികം ലാബ് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലാബ് പരീക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹ്യൂമനായിട്ടുള്ള ഈ സാധനം എടുത്തു വെച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടത്തുന്ന പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ പ്രായോഗിക തലത്തിൽ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ അലക്സോവിനോട് തന്നെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അലക്സോ പറഞ്ഞു ഇതിൻ്റെ ആൻറ്റിബോഡീസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വാക്സിനേഷൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫലപ്രാപ്തിയെപ്പറ്റി സംശയമുണ്ട്. ആൻ്റണി ഫൗസി പറഞ്ഞതിനേക്കാളും വൃത്തിയോടെയാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടേ, ഈ വാക്സിനേഷൻ വേണ്ടേ? അപ്പോൾ അലക്സോ പറഞ്ഞു, അലക്സോ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ഉത്തരവാദിത്തമുള്ള ഒരു പത്തോളജിസ്റ്റാണ്, ഒരു സയൻറ്റിസ്റ്റാണ്. അയാൾ പറഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അത് പാടില്ലെന്നോ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നോ ഞാൻ പറയുന്നില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കാലാന്തരത്തിൽ മനസ്സിലാക്കാം. അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റിബോഡീസ് പറഞ്ഞില്ലേ, ഇല്ലാത്ത ഒന്നിൻ്റെ ആൻറ്റിബോഡീസ് അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് നമ്മളെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ വേറെ ആരും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇത് എവിടെ നിന്നാണ് വീണ് കിട്ടിയത്? ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോൾ വീണ് കിട്ടിയതാണോ? ഇങ്ങനെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മരിച്ചു പോകുന്നു, വാക്സിൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊന്നും മരിച്ചു പോകില്ല. ഇവിടെ എലിപ്പാഷാണം നിന്നാലും മനുഷ്യൻ മരിക്കില്ല. നിങ്ങൾ ഈ കോവിഡ് കൊടുത്തതിൻ്റെ പേരിൽ കുറേ ആൾക്കാരെ മനഃപൂർവ്വം കൊന്നു, അല്ലാതെ ആളുകൾ മരിക്കില്ല. എന്ത് സൗജന്യമായി കിട്ടിയാലും അത് വാങ്ങി ഭക്ഷിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരാണ് കേരളീയർ. ആ ഒരു അവസ്ഥയിൽ കേരളീയർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആരും മരിക്കാൻ പോകുന്നില്ല. വാക്സിൻ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ആരും മരിക്കുമെന്നോ മരിക്കാൻ പോവുകയാണെന്നോ ഇവിടെ കേരളത്തിൽ ആരും പ്രചരിപ്പിച്ചതായിട്ട് എവിടെയും കണ്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? വീണ്ടും ആളുകൾ പാനിക് ഉണ്ടാക്കുകയാണ്, വീണ്ടും പാനിക് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസത്തേക്കെങ്കിലും ഈ പറഞ്ഞില്ലേ വാക്സിൻ തടഞ്ഞു വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മാസക്കാലം തടഞ്ഞു വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ഈ പറഞ്ഞില്ലേ വാക്സിൻ പ്രയോജനപ്പെടുമോ എന്നുള്ള കുറച്ച് ആൻ്റണി ഫൗസി എന്തോ പറയട്ടെ, അലക്സോ എന്തോ പറയട്ടെ, ആൻ്റണി ഫൗസി പറഞ്ഞതൊന്നും നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതൊന്നും നല്ല കാര്യങ്ങളല്ല. വാക്സിൻ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്, ആൻ്റണി ഫൗസി പറഞ്ഞിരിക്കുന്നത്. ആൻ്റണി ഫൗസി നിങ്ങളുടെയൊക്കെ അപ്പനാണ്, നിങ്ങളുടെയൊക്കെ അപ്പനായ ആൻ്റണി ഫൗസിയാണ് പറഞ്ഞിരിക്കുന്നത്. US അതോറിറ്റിയാണ്, അയാളാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അയാളത് പറഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞില്ല കുറേ ഇന്ത്യൻ കമ്പനികൾ ഇത് ഉണ്ടാക്കുന്നു,
വേറെ ചില കമ്പനികൾ ഉണ്ടാക്കുന്നു. അവർ തമ്മിൽ ഒരുപാട് ഇടമത്സരങ്ങൾ ഉണ്ടാകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുന്നു, പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഇടയിൽ കടന്നുകൊണ്ട് കേരള മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ എന്താണ്, ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വാക്സിനേഷൻ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, ദേ ഫീൽ ഇറ്റ്, വി വാണ്ട് ഇറ്റ് എന്ന് പറയുന്ന തരത്തിൽ നിങ്ങൾ അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതില്ലാതെയും കഴിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള മനസ്ഥൈര്യമുള്ളവരും ഉണ്ടാകും. കാരണം വെച്ചാൽ ഈ രോഗം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു രോഗമല്ലെന്നും അതുകൊണ്ട് ഇതിൻ്റെ വാക്സിനേഷൻ കൂടാതെയും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടാകാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും 60-70 കഴിഞ്ഞവർ മാത്രമല്ല 40-45 കഴിഞ്ഞവരും വാക്സിനേഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് കരുതുന്നവരാണ്. അപ്പോൾ അവർക്ക് വീണ്ടും പരിഭ്രാന്തി ഉണ്ടാക്കത്തക്ക രീതിയിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് വാക്സിൻ എടുത്താൽ മരിച്ചു പോകും. എന്താണ് 2-3 മാസം കഴിഞ്ഞ് ഈ വന്ന സ്റ്റോക്ക് ആളുകൾ കൊടുക്കാൻ പറ്റുമെന്ന് ഇടയ്ക്ക് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കണം. ഫ്രീസ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് കരിഞ്ചന്ത പോലെയുള്ളൊരു ഏർപ്പാടാണ്, കമ്പനികളുമായിട്ടുള്ള ഒരു അഫെയറാണ്. അതിൽ ചില ചില്ലറ ലാഭങ്ങളൊക്കെ ഉണ്ടാകും. അത് അമ്മായിയപ്പനും മരുമനും ഒക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് അവരുടെ കാര്യം, അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞ ആളുകളെ വിരട്ടാൻ ശ്രമിക്കുന്നത്, അതായത് നിങ്ങൾ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ അനാവശ്യമായ ഒരു പാനിക് ഇവിടെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. 1919-ലെയും 20-ലെയും മരണത്തിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ 20-ൽ മരണത്തിൻ്റെ കണക്കുകൾ കുറവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാരക രോഗവും ഇവിടെ ആർക്കും ബാധിച്ചിട്ടില്ലെന്നും അങ്ങനെ ഒരു രോഗം കൊണ്ട് ഒരു അധിക മരണം പോലും ഉണ്ടായിട്ടില്ലെന്നും കൃത്യമായി കണക്ക് വെച്ചവരാണ് കേരള ഗവൺമെൻറ്. ഞാൻ വെച്ച കണക്കല്ല, പിണറായി ഗവൺമെൻറ് വെച്ച കണക്കാണ്. അങ്ങനെ ഒരു കണക്ക് വെച്ചതിന് ശേഷം ഇതാ ഒരു 2ാം വേവ് വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവനും ഇതിങ്ങനെ വരികയാണെന്നും ആക്രമിക്കുകയാണെന്നും പറഞ്ഞ് ഇവിടെ സാർവത്രിക പരിഭ്രാന്തി ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ വേണ്ട. ഇപ്പം നിങ്ങൾ ഈ ലക്ഷദ്വീപിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ലക്ഷദ്വീപിൻ്റെ തന്നെ വേറൊരു രൂപമായിരുന്നു മലപ്പുറത്ത് നിങ്ങൾ ആവിഷ്കരിച്ചത്. അതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല, മലയാളത്തിൽ പറയാൻ കൊള്ളില്ല. നിങ്ങൾ എന്താണ് മലപ്പുറം ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അവിടെ എത്ര വന്നിട്ടും ഈ പോസിറ്റിവിറ്റി റേറ്റ് താഴോട്ട് പോകുന്നില്ല. അവിടെ ജനസാന്ദ്രത അത്രയ്ക്കങ്ങ് തിങ്ങി വിങ്ങി നെരുങ്ങി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. അപ്പോൾ അതിന് മുമ്പൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ ഈ ജനസാന്ദ്രതയൊന്നും ഇല്ലായിരുന്നു. ജനസാന്ദ്രത അത്ര കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഒന്നും അതങ്ങോട്ട് താഴോട്ട് വരാത്തത്, അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും 24 ആയിരിക്കുമ്പോൾ അവിടെ 44 ആയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പ്രത്യേക സംഭവങ്ങൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മലപ്പുറത്ത് ഐസൊലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം എമ്മിൻ്റെ മനഃശാസ്ത്രമാണ്, എമ്മിൻ്റെ അതേ മനഃശാസ്ത്രമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊന്നും കേരളത്തിൽ പറയാൻ കൊള്ളില്ല. ഇതൊന്നും കേരളത്തിൽ പറയാൻ കൊള്ളില്ല. കേരളത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ മുസ്ലിങ്ങളും കേരളത്തിലെ ക്രിസ്ത്യാനികളും കേരളത്തിലെ ഹിന്ദുക്കളും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ടെങ്കിലും അത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്ക് നിന്നു കൊടുക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ കുത്തിത്തിരിക്കാൻ ശ്രമിച്ചാലും ആ കുത്തിത്തിരിപ്പുകൾക്ക് വഴങ്ങുന്നവരല്ല. പക്ഷേ നിങ്ങൾ കാണിച്ചത് ശുദ്ധമായ അസംബന്ധമാണ്. ഒരു ജില്ലയെ ഒരു തരത്തിൽ ബ്രാൻഡ് ചെയ്തിട്ട് ആ ജില്ലയിലുള്ള വീടുകളിൽ നിങ്ങൾ ഇത് കോവിഡ് ബാധിച്ച വീട് എന്ന് എഴുതി ഒട്ടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ലക്ഷദ്വീപിൽ ചെയ്യുന്ന പ്രവർത്തനത്തിന് തത്തുല്യമായ ഗർഹണീയമായ ഒരു കുറ്റകൃത്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിവിടെ പിണറായി വിജയൻ ചെയ്തതാണ്. പിണറായി വിജയൻ കോഴിക്കോട്ടും മലപ്പുറത്തും ചെയ്തതാണ്. ഈ വീട് കോവിഡ് പിടിച്ചതാണ്. വീടിനെങ്ങനെയാണ് കോവിഡ് പിടിക്കുന്നത്? വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കോവിഡ് ഉണ്ടാകും, വീടിനെങ്ങനെയാണ് കോവിഡ് പിടിക്കുന്നത്? അങ്ങനെ ഈ വീട് കോവിഡ് പിടിച്ചതാണെന്ന് പറഞ്ഞില്ല. ഒരു പ്രാവശ്യം അത് എഴുതിയപ്പോഴത്തേക്ക് മനുഷ്യന് സ്ഥിരബുദ്ധിയുള്ള മനുഷ്യരെല്ലാം പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പണ്ട് കാലത്ത് കടുത്ത വസൂരി വരുന്ന വീടുകളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ മാമ്പഴം പറിക്കാൻ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് എറിഞ്ഞു വീഴ്ത്താൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത്
എനിക്ക് എന്നൊരു വീട്ടിൽ വസൂരിയുണ്ട്. അപ്പം അമ്മ പറയും, മോനെ നീ അങ്ങ് അകത്തോട്ട് ഒന്നും പോകരുത്, പുറത്ത് നിന്ന് കളിക്കുകയോ ചെയ്യാവൂ എന്ന് പറയും. അവിടെ വൈദ്യം വരും, ചികിത്സ നടക്കും. അത് കുറേ കഴിയുമ്പോൾ ആൾ രക്ഷപ്പെട്ടാലായി, ഇല്ലെങ്കിലായി. അതൊരു ഒരു വലിയൊരു രോഗമായി. അപ്പോൾ ആ തരത്തിൽ അന്നൊന്നും ഇത് വസൂരി പിടിപെട്ട ഗൃഹമാകുന്നു, അതുകൊണ്ട് ആൾക്കാരും ഇതുവഴി നടക്കാൻ പാടില്ല എന്നാരും എവിടെ എഴുതി ഒട്ടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ ഈ മന്ത്രിമാരുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ്, ഇവർക്കൊക്കെ എന്തൊക്കെ രോഗങ്ങളാണ് പിടിച്ചിട്ടുള്ളതെന്ന് എഴുതി വയ്ക്കുമോ? ഓരോ മന്ത്രിക്കും എന്തൊക്കെ രോഗങ്ങളാണ് പിടിപെട്ടിട്ടുള്ളതെന്ന് എഴുതി വയ്ക്കുമോ? ഓരോ മന്ത്രി ഗൃഹത്തിലുമുള്ളവർക്ക് എന്തൊക്കെ രോഗങ്ങളാണ് പിടിപെട്ടിട്ടുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുമോ? അതുകൊണ്ട് ഇതുവഴി സഞ്ചരിക്കരുത്. അതായത് ഇതിനേക്കാളും വളരെ ഗുരുതരമായ രോഗങ്ങൾ ഒരുപക്ഷേ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ നിയമസഭാ സാമാജികന്മാരോ അവർക്കെല്ലാം ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് രോഗം ഒരു കുറ്റമൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് 3-4 പേർക്ക് രോഗമുണ്ടായി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പുറത്തെഴുതി വയ്ക്കണം അതിൻ്റെ അടുത്തൂടെ നടന്നു പോയാലും രോഗം പടരുമെന്ന്. ഇതാരാ നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് ശാസ്ത്രജ്ഞനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെയാണ് കൊറോണ അങ്ങനെ പറന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതായിട്ട് പഠിപ്പിച്ചത്? അവസാനം ICMR വരെ പറഞ്ഞു ജനലും കഥകളൊക്കെ തുറന്നിട്ടാൽ മതി, എല്ലാ വീടുകളുടെയും ജനലുകളും കഥകളും തുറന്നിടാനാണ് പറഞ്ഞത്. തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ കൊറോണ എന്ന് പറയുന്ന സാധനം അത് കാറ്റത്തങ്ങ് പറന്നു പോകും എന്നാണ് അവസാനം ICMR പറഞ്ഞത്. എന്നിട്ടാണ് ICMR അത് പറയുമ്പോൾ അതിനോടൊപ്പമാണ് പറയുന്നത് നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുമെന്ന്. മലപ്പുറത്തെ വീടുകളിൽ അല്ലെങ്കിൽ കോഴിക്കോട് വീടുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കും. എൻ്റെ വീട്ടിൽ നിങ്ങൾ കൊണ്ട് ഒട്ടിക്കുമോ സ്റ്റിക്കർ? എൻ്റെ വീട്ടിൽ നിങ്ങൾ ഒട്ടിക്കില്ല, ഒട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ നിയമവും പോലീസും സംവിധാനമായിട്ട് ഇങ്ങോട്ട് പോരെ. ഈ വീട്ടിൽ കോവിഡ് പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കോവിഡിൻ്റെ ഈ പോസിറ്റിവിറ്റി ടെസ്റ്റ് എടുക്കാത്തതും വാക്സിനേഷൻ എടുക്കാത്തതുമായ ആളുകളാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിന് അടുത്തേക്ക് വരാൻ പാടില്ലെന്നും എൻ്റെ വീട്ടിൽ നിങ്ങൾ എഴുതി കൊണ്ടുപോയിക്കൂ. അപ്പോൾ ആ തരത്തിലുള്ള ഇത്രയും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, നിങ്ങളും ഈ പറഞ്ഞില്ലേ എമ്മും നിങ്ങളും ലക്ഷദ്വീപിലെ ജനങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുന്ന അവിടുത്തെ ഭരണാധികാരികളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഭരണത്തിൻ്റെ ആക്രാന്തമാണ്. എത്ര പേരെ നിങ്ങളുടെ ഈ അഡ്രസ്സിൽ നിങ്ങളുടെ അനുയായികളായ ഒരു അനുയായി വൃന്ദത്തെ നിങ്ങൾക്ക് ചുറ്റും കൊണ്ടുവരണം. ഒരു ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളെ ഉപദേശിക്കാനായിട്ട് ദത്തൻ എന്ന് പറഞ്ഞ ഒരാളിനെ കഴിഞ്ഞ പ്രാവശ്യം ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിച്ചു. ഇദ്ദേഹത്തിന് എന്ത് ശാസ്ത്രമാണ് ഉപദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം എന്ത് ഉപദേശിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ഈ വർഷവും അദ്ദേഹത്തെ ഒരു പോസ്റ്റിൽ അവിടെ എങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം അന്തസ്സായിട്ട് ജോലി ചെയ്ത് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അടുത്തുകൊണ്ട് പറ്റി അദ്ദേഹം വീട്ടിൽ വിശ്രാമത്തിൽ ഇരിക്കേണ്ടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വല്ല ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ പരിജ്ഞാനമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയും. അതിന് മുഖ്യമന്ത്രിയുടെ അടുത്ത് വിളിച്ചുകൊണ്ടിരുത്തേണ്ട കാര്യം എന്താ? മുഖ്യമന്ത്രിക്ക് ഇത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, അല്ലെങ്കിൽ രാജ്യത്തിന് ഇത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞന് എന്തെങ്കിലും പ്രയോജനമുണ്ട്. ശാസ്ത്രജ്ഞനല്ലെങ്കിലും പ്രയോജനം ഉണ്ടാകില്ല. ഇങ്ങനെ ഒരാളിൻ്റെ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള സ്ഥിരബുദ്ധിയും കൂടെ നഷ്ടപ്പെട്ടു പോകുന്നതിൽ കഴിഞ്ഞ് വേറെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ പിടിച്ചിരുത്തിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന അദ്ദേഹം രാജ്യസഭയിലേക്ക് പറന്നുപോയി. അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ ഉപദേഷ്ടാവ്. ആ ഉപദേഷ്ടാവിൻ്റെ വിശേഷ ഗുണങ്ങളെപ്പറ്റി എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹവും മറ്റൊരു ദേഹം ഇപ്പോൾ കളത്തിന് പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം ലക്ഷദ്വീപിലെ അനീതിക്കെതിരെ ഘോരഘോരം പോരാടുകയാണ്. തോമസ് ഐസക് ലക്ഷദ്വീപിലെ അനീതിക്കെതിരെ അങ്ങ് മോൺക്ലെയർ എന്ന് തുടങ്ങുന്ന യുദ്ധമാണ് ലക്ഷദ്വീപിന് വേണ്ടിയുള്ള യുദ്ധം. ഇദ്ദേഹവും കൂടി ചേർന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ലൈഫ് മിഷൻ്റെ കൈക്കൂലി എത്രയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ഈ 2 മഹാന്മാരെയും ED ചോദ്യം ചെയ്യുന്നില്ല. അതാണതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പരസ്യപ്രസ്താവന നടത്തുകയാണ്. അതായത് പറഞ്ഞില്ലേ, ഒരാൾ ഉപദേശി, അത് പോട്ടെ,
അയാളുടെ കാര്യം വിട്, ഉപദേശം പറയാനുള്ളൂ. മറ്റൊരാൾ എന്താണ്, ക്യാബിനറ്റ് മിനിസ്റ്ററാണ്, ഫിനാൻസ് മിനിസ്റ്ററാണ്. ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളതിന് പുറമേ പാർട്ടിയുടെ CC മെമ്പർ എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പാർട്ടി എന്ന് പറയുന്നതൊക്കെ എസ് രാമേന്ദ്രൻ പിള്ളയുടെ പരുവത്തിലുള്ള ഒരു സാധനമാണ്. അതിനെ പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്, ഇപ്പോൾ ഈ അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചില ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ വളരെ ഗ്ലെയറിംഗ് ആയിട്ട് കുറ്റവാളിയൊന്ന് തോന്നുക. ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ കാര്യം തന്നെ 16 കോടി രൂപയുടെ കള്ളക്കടത്തെന്ന് പറയുന്നത് ഇതിൽ ജഡ്ജ്മെൻറ്റിൽ എഴുതപ്പെട്ട കാര്യമാണ്. അതിനെതിരെ ED ഒരു ചുക്കും ചെയ്യില്ല. നിങ്ങൾ സ്വപ്ന സുരേഷോ അല്ലെങ്കിൽ മറ്റേ എന്താ വെച്ചിട്ടുണ്ടല്ലോ ഈ സോളാറുമായിട്ട് നടന്ന ആ കുട്ടി, അവരൊക്കെ എന്തെങ്കിലും അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുകയോ അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരാണ് ഈ കുറ്റക്കാരാണെന്ന് സമ്മതിപ്പിക്കുകയോ അവസാനം അവർ സമ്മതിക്കുക നമ്മൾ തന്നെയാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ള നമ്മുടെ ഭരണകർത്താക്കളെല്ലാം മഹാപരിശുദ്ധന്മാരാണ്, ഇത്രയും പരിശുദ്ധന്മാരായിട്ടുള്ളവർ ഈ ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ലെന്ന് ഈ പെൺകുട്ടികളൊക്കെ സമ്മതിച്ചെന്നിരിക്കാം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഈ തരത്തിൽ കുറ്റസമ്മതം നടത്തി ഇവരെയൊക്കെ മഹാന്മാരാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിനാൻസിൻ്റെ ക്രൈംസ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഫിനാൻസ് ക്രൈംസ് നടന്നിരിക്കുകയാണ്. ഒരു ഫിനാൻസ് ക്രൈം എന്ന് പറയുന്നത് മുത്തൂറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നമ്മുടെ എന്ന് പറയണം, മുഖ്യമന്ത്രി ആയതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് അവരോധിച്ചിരിക്കുകയാണ്. അതൊരു വലിയ അപരാധമാണ്. അതൊരു ഫിനാൻസ് ക്രൈമാണ്. അത് ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെയുള്ളൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഞാൻ പഴയ 16 കോടിയുടെ കാര്യമൊന്നും പറയുന്നില്ല. അതൊന്നും ആരും നോക്കില്ല. എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്. PLDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയാസൂത്രണത്തിൻ്റെ പ്രോജനിറ്ററാണ്, അച്ഛനാണ് എന്നാണ് CDSൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അത് കൊണ്ടുവരാനായിട്ട് കേരളത്തിലേക്ക് 16 കോടി രൂപ കള്ളക്കടത്ത് നടത്തിയെന്നും അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് MP പരമേശ്വരൻ്റെ പ്രയോഗമാണ്. അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് തോമസ് ഐസക്കാണെന്നും പറഞ്ഞിട്ട് കൂടി അത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു രൂപത്തിൽ വന്നിട്ട് നിങ്ങൾ ഒരുപാട് വിദേശ പണം ഇവിടെ കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ടെന്നും അത് അനധികൃതമാണെന്നും അത് രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപത്തിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പോഴും പച്ചയോടെ കത്തി നിൽക്കുമ്പോഴാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തെ പിന്നും ഫിനാൻസ് മിനിസ്റ്റർ ആക്കുന്നു. വീണ്ടും അദ്ദേഹം കടം വാങ്ങി എവിടെയാണ് എത്തിയതെന്ന് അറിയാതെ വരുമ്പോഴാണ് KM എബ്രഹാം എന്ന് പറയുന്ന മഹാനായ രക്ഷകനെ കിട്ടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സഹാറായും അംബാനിയും അദാനിയും അങ്ങനെയുള്ള വൻ തോക്കുകളും സാർവദേശീയ കമ്പനി കിർലോസ്കറും സാർവദേശീയ കമ്പനികളും മുത്തൂറ്റ് വരെയുള്ള ഇവിടുത്തെ പ്രാദേശിക കമ്പനികളുമായിട്ടുള്ള ബന്ധമുള്ള ഒരു മഹാഭീമനെ കണ്ടെത്തുന്നു രക്ഷകൻ. അങ്ങനെ കിഫ്ബിയുടെ CEO ആക്കി നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒന്ന്, ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഈ അപ്പോയിൻമെൻ്റ് ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഇത് ക്രിമിനൽ ഒഫൻസ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാനാവില്ല. ആദ്യം വിജയൻ അത് പറ. ഈ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ നടത്തിയ കുറേ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് പറഞ്ഞില്ലേ, ഈ കൂടെ നടക്കുന്നവർക്കും സേവകന്മാർക്കും കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ട് നടക്കുന്നത് ചിലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൂന്താനം എന്ന് പറയുന്നത് ഈ മലയാളത്തിലെ ഏറ്റവും വലിയ കവിയായി തീരുന്നത് ഈ പറഞ്ഞില്ലേ കേരള നിയമസഭയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. ഈ കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി 5 വർഷം നടന്ന് അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടി, അതിൻ്റെ പെൻഷൻ മുഴുവൻ കിട്ടി. മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത 5 വർഷം കൂടി ഇരുന്ന് അതിൻ്റെ ബെനിഫിറ്റ് കൂടി സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഖാക്കളെ, നിങ്ങൾ എവിടെ നിന്നാണ് മാർക്സിസം ലെനിനിസം അഭ്യസിച്ചത്? ഇങ്ങനെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് ഈ നടക്കുന്ന ഒരു കൂട്ടരെ പറ്റി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു. അത് ഈ CPM ആധുനിക കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അതുണ്ടാകുന്നതിൽ
അത്ഭുതമില്ല. പക്ഷേ CPM കുറിച്ച് പറയുമ്പോൾ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്ന ഒരു ഏർപ്പാട് ഒരു പ്രത്യേക കാലഘട്ടം മുതലാണ് ആരംഭിക്കുന്നത്. ആ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് മതികെട്ട് അഴുകി നാറി ഒരു രാജ്യത്തെ മുഴുവനും ഒരു പറഞ്ഞില്ലേ ഒരു മഹാമാരിയുടെ ഈ സർവാശ്ലേഷത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ അധികം പേരെ പരവശപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു ഫിനാൻസ് ക്രൈം ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു ക്രൈമാണ്. നിങ്ങൾ എന്തുകൊണ്ട് TM തോമസ് ഐസക്കിനെതിരെ നടപടിയെടുത്തില്ല? ഇ ഡി എടുക്കുമോ തോമസ് ഐസക്കിനെതിരെ? ED തോമസ് ഐസക്കിനെതിരെ നടപടിയെടുക്കില്ല. കസ്റ്റംസ് തോമസ് ഐസക്കിനെതിരെ നടപടിയെടുക്കില്ല. സ്വർണ്ണക്കച്ചവടക്കാർ ഈ കേരളത്തിൽ ഉള്ളത്തോളം കാലം തോമസ് ഐസക്കിനെതിരെ ആരും ഒരു നടപടി എടുക്കുകയില്ല. സ്വർണ്ണക്കള്ളക്കടത്തുകാർ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ആർക്കെതിരെയും ആരും ഒരു നടപടിയും എടുക്കുകയില്ല. പിണറായി വിജയനെതിരെ ആരും ഒരു നടപടി എടുക്കുകയില്ല. പക്ഷേ അവർ വിളിച്ചു പറഞ്ഞു ലൈഫ് മിഷൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൈക്കൂലി എത്ര 3 കോടി രൂപയാണ്. ഇവരാരാധികാരം? ഇയാളൊരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു ഉപദേശിയും കൂടെ. ഉപദേശിക്ക് പിന്നെ എന്തും വിളിച്ച് പറയാം. ഉപദേശിക്ക് പിന്നെ കഴിയുമ്പോൾ പെന്തക്കോസ്ത് വിഷമിട്ട് എന്തും വിളിച്ച് പറയാം. ഈ ഉപദേശിയും കൂടെയാണ് പരസ്യമായിട്ട് തെരുവിലിറങ്ങി നിന്ന് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? ED എന്ത് നടപടിയെടുത്തു തോമസ് ഐസക്കിനെതിരെ? നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി? അതുമല്ല, വേറെ അതിനേക്കാളും ഗർഹണീയമായ വേറൊരു ആരോപണം കൂടെ കൊണ്ടുവന്നു. ആ ആരോപണം എന്താണ്? ശ്രീറാം വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ ഒരു ജേർണലിസ്റ്റിനെ ഇടിച്ചു കൊന്ന അതേ രാത്രിയാണ് ഈ പണക്കൈമാറ്റം നടന്നത് എന്നുകൂടി പറഞ്ഞു. അത് വരുമ്പോൾ അത് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് മുത്തൂറ്റിലെ രാജകുമാരൻ്റെ വധത്തിലുണ്ടായ ദുരൂഹത പോലെ തന്നെ കറുത്ത ദുരൂഹത ഇവിടെ ഉണ്ടാകുന്നു. എങ്ങനെ ഇവരറിഞ്ഞു ഇതേ രാത്രിയാണിത് സംഭവിച്ചതെന്ന്? ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരുന്ന കൃത്യമല്ലേ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉള്ള. നിങ്ങൾ ശ്രീറാം വെങ്കട്ടരാമനെ മാത്രം അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല, അയാളെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭ MP ചോദ്യം ചെയ്യണം. നിങ്ങൾ തോമസ് ഐസക് എന്ന് പറയുന്ന മുൻ മന്ത്രിയെ നിങ്ങൾ ചോദ്യം ചെയ്യണം. നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി? ഇതേ രാത്രിയാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. ഇത്ര കോടിയാണ് കൈമാറിയതെന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഈ വിവരം കിട്ടി എന്ന് ചോദിക്കുവാനുള്ള ഒരു നിവർന്നു നിൽക്കുന്ന ഒരു ഈ ഇന്ത്യയുടെ ED എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് ഉണ്ട് എങ്കിൽ തീർച്ചയായും അങ്ങനെ ചോദിക്കുമായിരുന്നു. ചോദിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ KM എബ്രഹാമിൻ്റെ കാര്യം ഒരുത്തനും ചോദിക്കാൻ പോകുന്നില്ല. ഇത് ചോദിക്കാത്തവരല്ലേ ഇനി KM എബ്രഹാമിൻ്റെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വേറൊന്നുമല്ല. ഇനിയിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടൂറിസം മന്ത്രി ടൂറിസത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നു. ഈ പ്രസ് കോൺഫറൻസ് പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു മന്ത്രിസഭാ യോഗം നടന്നു. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബുധനാഴ്ചയായിരുന്നാണ് എൻ്റെ ഓർമ്മ. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ മന്ത്രിസഭാ യോഗങ്ങൾ നടക്കാറുണ്ട്. മന്ത്രിസഭാ യോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണ് സ്ട്രീം ലൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂട്ടായ തീരുമാനമെടുക്കുന്ന ഒരു സഭയാണ് മന്ത്രിസഭ എന്ന് പറയുന്നത്. അവിടെ കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തിനെപ്പറ്റിയെങ്കിലും കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഒരു മന്ത്രിസഭാ യോഗം നടന്നിട്ടാണോ ഇദ്ദേഹം പ്രസ് കോൺഫറൻസ് വിളിച്ചത്? മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനാണോ ഇന്നലെ ഇദ്ദേഹം പ്രസ് കോൺഫറൻസ് വിളിച്ചത്? അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നലുകൾ വിളിച്ചു പറയുവാൻ വേണ്ടി ഇവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള അവകാശമില്ല. അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ആ മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭയോട് ബാധ്യതയുണ്ട് എങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് കേരളം ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ
മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് കുരുക്കുകൾ വീണിരിക്കുന്ന, ചങ്ങലകൾ വീണിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ മനുഷ്യനെ പഴയ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പതിയെ കൊണ്ടുവരാം? പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പടിപടിയായിട്ട് കാര്യങ്ങൾ റിലാക്സ് ചെയ്ത് എങ്ങനെ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഈ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു മിഥ്യയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി ജീവിതത്തിൻ്റെ ശരിയായ ഒരു വഴിയിലേക്ക് എങ്ങനെ ജനങ്ങളെ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യത്തെ ആലോചന നടക്കേണ്ടത്. ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയല്ല വേണ്ടത്. അതായത് എത്ര ദിവസം കഴിഞ്ഞ് എനിക്ക് ഇത് ലോക്ക്ഡൗൺ പിൻവലിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. കുറേ കഴിഞ്ഞിട്ട് ജോത്സ്യൻ്റെയോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ കവിടി നിരത്തി പറയാം എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മന്ത്രിസഭാ യോഗം കൂടണം. മന്ത്രിസഭാ യോഗം കൂടിയിട്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ വിലയിരുത്തണം. ഇന്നത്തെ പത്രത്തിലുണ്ട് റിപ്പോർട്ട്. എന്താണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ ഒരു പഞ്ചായത്ത് അധികാരി പറഞ്ഞിരിക്കുന്നു, പോസിറ്റീവ് എന്ന് പറയുന്ന റിപ്പോർട്ട് ഉച്ചയാകുമ്പോൾ നെഗറ്റീവ് ആകുന്നു, നെഗറ്റീവ് എന്ന് പറയുന്ന റിപ്പോർട്ട് വൈകുന്നേരമാകുമ്പോൾ പോസിറ്റീവ് ആകുന്നു എന്നിവിടെ കടവൂരം കണ്ടുള്ള ഒരു പഞ്ചായത്ത് അധികാരി പറഞ്ഞിരിക്കുന്നു. മരണക്കണക്ക് തെറ്റാണെന്ന് പറഞ്ഞു. മരണക്കണക്ക് അല്ലെങ്കിലും തെറ്റാണ്. മരണക്കണക്ക് ICMRൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ICMRൻ്റെ ഗൈഡ് ലൈൻ എന്താണ്? ഇൻകൺക്ലൂസീവാണ്. ഒരു മരണം ഇൻകൺക്ലൂസീവ്, അതിൻ്റെ കാരണം ഇൻകൺക്ലൂസീവാണ്, അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് എഴുതി ചേർത്തേരെ കോവിഡ് എന്നും പറഞ്ഞു. ആൾ നെഗറ്റീവാണ്, ശരീരം നെഗറ്റീവാണ്, എങ്കിലും അതിനെ അങ്ങ് കോവിഡ് എന്ന് പറഞ്ഞ് എഴുതി ചേർത്തേരെ. മറ്റു പല മോർബിഡിറ്റികളും ഉണ്ടായിരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉണ്ടായിരിക്കാമെന്ന സംശയമുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കണക്കിൽ എഴുതി ചേർത്തേരെ എന്ന് ICMR ഗൈഡ് ലൈൻ എഴുതി വച്ചിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് അച്ചടിച്ച് കിടപ്പുണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് മരണം കണക്കാക്കുന്നത്. അത് ആരുടെ താല്പര്യമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മന്ത്രിസഭ കൂടിയിട്ട് മന്ത്രിസഭയിൽ സ്ഥിരബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഈ ICMRൻ്റെ ഗൈഡ് ലൈൻ എടുത്തിട്ട് ഈ ഇൻകൺക്ലൂസീവായിട്ട് വ്യക്തതയില്ലാത്ത മരണങ്ങൾ എന്തിന് കോവിഡ് മരണപ്പട്ടികയിൽ പെടുത്തണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഒരു മന്ത്രിയെങ്കിലും ഇവിടെ ഉണ്ടാകണം, ഒരു നിയമസഭാ സാമാജികനിവിടെ ഉണ്ടാകണം. അതിവിടെ ഇല്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ICMR പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഒരാൾ നെഗറ്റീവാണ്, നിങ്ങൾ ഈ നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറയുന്നത് വേറൊരു തട്ടിക്കളിയാണ്, അതിൽ ഞാൻ കിടക്കുന്നില്ല. നെഗറ്റീവാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് നെഗറ്റീവ് ആയതിനു ശേഷം മരിക്കുന്നുണ്ട്. അവർക്ക് മരണത്തിന് വേറെ കാരണങ്ങളും ഉണ്ടാകാം. അവർ ഈ കോവിഡിൻ്റെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മരണമായിരിക്കില്ല. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് കോവിഡ് മരണമാണെന്ന് സർട്ടിഫൈ ചെയ്യണം എന്ന് എന്തിന് ഈ ICMR പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണമെന്ന് ചോദിക്കുന്ന ഒരു മന്ത്രി, നാവുള്ള ഒരു മന്ത്രി, കേൾവിശേഷിയുള്ള ഒരു മന്ത്രി, കാഴ്ചശേഷിയുള്ള ഒരു മന്ത്രി കേരളത്തിലുണ്ടെങ്കിൽ ആദ്യം മന്ത്രിസഭ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയ കണക്കുകൾ, നമ്മളുണ്ടാക്കിയ സാമൂഹ്യ വ്യാപനത്തിൻ്റെ കണക്കുകൾ, ആ സാമൂഹ്യ വ്യാപനത്തിന് ആധാരമായി നമ്മളിവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ ശരിയായിരുന്നോ എന്ന് ആദ്യം വിലയിരുത്തി അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിച്ചു, അതിനെ നമുക്ക് എങ്ങനെ തിരുത്തിക്കൊണ്ടുവരാൻ കഴിയും, പടിപടിയായിട്ടെങ്കിലും മനുഷ്യരെ എങ്ങനെ തിരുത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞില്ലേ കോവിഡ് പിടിപെട്ട് അനാഥരായ കുട്ടികൾക്കെല്ലാം സൗജന്യമായിട്ട് ജീവിക്കാനുള്ള അവസരം നല്ല കാര്യമാണ്. പക്ഷേ അത് കോവിഡ് പിടിപെട്ട അനാഥരായ കുട്ടികൾക്ക് മാത്രം മതിയോ? ഇപ്പോൾ കടലിൽ പോയി മരിച്ച് അനാഥരായ കുട്ടികളുണ്ട്, കായലിൽ മീൻ പിടിക്കാൻ പോയി മരിച്ച് അനാഥരായ കുട്ടികളുണ്ട്. അല്ലാതെ പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട്. അച്ഛൻ അമ്മയെ വെട്ടിക്കൊന്നും അമ്മ അച്ഛനെ വെട്ടിക്കൊന്നും നിസ്സഹായരായ കുട്ടികളുണ്ട്. ഒരുപാട് നിസ്സഹായരായ കുട്ടികളുടെ രോദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ കരയുന്നുണ്ട്. അവരുടെ വിലാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് അടിക്കുകയാണ്.
അതായത് ഈ ഒരു പറഞ്ഞില്ലേ, നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിൽ തൂങ്ങി മരിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ തൂങ്ങി മരണത്തിൽ ഈ കയററ്റ് നിലംപതിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ നിർബന്ധിതരായി തീർന്ന നിർഭാഗ്യവതികളായ പെൺകുട്ടികളുണ്ട്. അവരുടെ കഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെ ആർക്കും സംരക്ഷിക്കണ്ടേ? എല്ലാവരെയും സംരക്ഷിക്കണം. നിങ്ങൾ കൊന്നവരാണ്. ഒരു രോഗത്തിൻ്റെ പേരിൽ നിങ്ങളൊരു ജനതയെ മർഡർ ചെയ്യുകയായിരുന്നു, കൊല്ലുകയായിരുന്നു, കശാപ്പ് ചെയ്യുകയായിരുന്നു. അറവുകാരൻ്റെ കത്തിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആ കത്തിയിൽ നിന്ന് മനുഷ്യൻ്റെ ചോര ഒലിച്ച് വീഴുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കഥ പറയുമ്പോൾ ഇവരാരും കോവിഡ് പിടിച്ചു മരിച്ചവരല്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ICMRൻ്റെ ഗൈഡ് ലൈൻ വന്നല്ലോ, എങ്ങനെയാണ് കോവിഡ് പിടിച്ചു മരിക്കുന്നതെന്ന്. കോവിഡ് പിടിച്ചു മരിക്കുന്നത് ഇൻകൺക്ലൂസീവ് ആയാലും നെഗറ്റീവ് ആയാലും മറ്റ് മോർബിഡിറ്റികളുണ്ടായാലും അവർ മരിക്കുന്നുണ്ട്. ശരിയാണ്, മരിക്കുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട കാര്യമുണ്ട്. അനാഥരായ കുട്ടികൾക്ക് അവർ കോവിഡ് പിടിച്ചല്ലെങ്കിലും കോവിഡ് പിടിച്ചായാലും മരിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കോവിഡ് പിടിച്ച് മരിച്ചു എന്നുള്ള രീതിയിൽ കോവിഡിൻ്റെ ഒരു കശാപ്പ് കത്തിയുമായി നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭരണാധികാരി, ആ ഭരണാധികാരി അവർക്ക് എന്തോ ദാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അറവുകാരൻ്റെ ദാനമാണ്. അറവുകാരൻ്റെ ദാനമാണ്. നിങ്ങളിവിടെ ഈ കൊണ്ടുവന്ന കൃത്രിമമായിട്ടുള്ള സാമൂഹ്യ വ്യാപനത്തിൻ്റെ സംഭ്രാന്തി, അതിൻ്റെ പാനിക്ക്, അതിൻ്റെ സംശയാത്മകത, അതിൻ്റെ ദുസ്സംശയാത്മകത, അത് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ, കൂട്ടമരണങ്ങൾ, ആത്മഹത്യകൾ, അതൊക്കെ കൊണ്ട് അതിനെ നിങ്ങൾ ഉത്തരവാദിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു കശാപ്പുകാരൻ്റെ കത്തിയാണ്. അതിൽ നിന്ന് ഒഴുകി വീഴുന്നത് മനുഷ്യൻ്റെ ചോരയാണ്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രസ് കോൺഫറൻസ് വിളിച്ച് കൂട്ടിയിട്ട് കോവിഡ് ബാധിച്ച കുട്ടികളുടെ കോവിഡ് ബാധിച്ച് മരിച്ചവരെ നിങ്ങൾ എങ്ങനെയാണ് നിർണ്ണയിക്കുക? ICMRൻ്റെ ഗൈഡ് ലൈനിൽ വെച്ചാണ് നിർണ്ണയിക്കുക. അങ്ങനെ അല്ലാതെ മരിച്ചവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ട് ഉപജീവനത്തിന് മാർഗമില്ലാതെ തൂങ്ങി മരിച്ചവരുണ്ട്. അവരേതിൻ്റെ വിക്റ്റിമാണ്? ഈ നിങ്ങൾ കൊണ്ടുവന്ന ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ വിക്റ്റിമല്ലേ അവർ? അല്ലേ? ഇവിടെ എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു? നിങ്ങളീ പറയുന്ന 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ജോലിയും കൂലിയും ജീവനോപാധികളും നഷ്ടപ്പെട്ട് എത്ര കുടുംബങ്ങൾ ഇവിടെ ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ കണക്കെടുക്കാമോ? അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ? അവശേഷിക്കുന്നവർക്ക് ജീവിക്കണ്ടേ എന്നാണുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് മറുപടി ആവശ്യം. നിങ്ങൾ മന്ത്രിസഭ കൂടുമ്പോൾ ആദ്യം എൻ്റെ മച്ചാൻ അബ്രഹാം മച്ചാനെ ഇതാക്കി കളയാം, മറ്റേ കവിയെ പ്രസ് സെക്രട്ടറി ആക്കി കളയാം, പിന്നെ മറ്റേ മനോജിനെ എനിക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുന്ന മനോജിനെ മറ്റേതാക്കി കളയാം, ഒരു പുത്തലത്ത്, ഒരു രാകേഷ്, അങ്ങനെ ഇരിക്കുന്ന കുറേ പേരെല്ലാം കൂടി അവർക്കെല്ലാം ഒരു പുനരധിവാസം, പുതിയ മന്ത്രി വരുമ്പോൾ അവർക്കെല്ലാം ഒരു പുനരധിവാസം, അതിനുവേണ്ടി അടിയന്തരമായ ഉത്തരവുകൾ ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പറയുകയാണ്, ഞാനവരെയൊക്കെ രക്ഷിക്കാൻ പോകുന്നു. നിങ്ങൾ എത്ര പേരെ കൊന്നു, നശിപ്പിച്ചു, എത്ര കുടുംബങ്ങളെ ഇല്ലാതാക്കി, എത്ര കുടുംബങ്ങളുടെ ജീവിതം നമുക്കറിയാം. ഇപ്പോൾ ഇതിന് ശേഷം ഈ സ്ത്രീ പുരുഷനെ വെട്ടിക്കൊല്ലുകയും പുരുഷൻ സ്ത്രീയെ വെട്ടിക്കൊല്ലുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? എക്കോണമിയാണ് സുഹൃത്തെ കാരണം. എക്കോണമിയിൽ സെക്സുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ക്രൈംസ് ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കൊണ്ടുവന്ന് ഇവിടെ അതിവ്യാപനം നടത്തി അതിപ്രചരണത്തിലൂടെ ഈ ജനങ്ങളിലുണ്ടാക്കിയ ഭയാശങ്കകളിലൂടെ ജോലി തട്ടിപ്പറിച്ചും ജീവിതം തട്ടിപ്പറിച്ചും നിങ്ങൾ കിറ്റ് കൊടുത്ത് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്നുള്ളൊരു വ്യാമോഹത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വഞ്ചിച്ച ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ട്. കഴുത്തറ്റ് പോയവരുണ്ട്, കഴുത്തറ്റ് പിടഞ്ഞവരുണ്ട്, കഴുത്തറ്റ് നിലവിളിച്ചവരുണ്ട്. അവരുടെ കുട്ടികളുടെ നിലവിളി ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ?
എങ്ങനെ ഒരു പുനരധിവാസം, പഴയ ജീവിത പ്രകൃതത്തിലേക്ക് എങ്ങനെ ഒരു പുനരധിവാസം? അതിനാദ്യം അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കണം. ഒന്ന്, WHO മരണനിർണയം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ യുക്തി ആദ്യമായി ചോദ്യം ചെയ്യപ്പെടണം. നിങ്ങൾക്ക് ഒരു മന്ത്രിസഭയുണ്ടെങ്കിൽ ആ മന്ത്രിസഭയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ICRൻ്റെ ഗൈഡ് ലൈൻസാണ്. ഒരു മരണത്തെ നിങ്ങൾ കോവിഡായി സ്ഥിരീകരിക്കുന്നതിൻ്റെ യുക്തി എന്ത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടണം. അവിടെ മുതൽ ആരംഭിക്കണം. പിന്നീട് നിങ്ങൾ 1.5 ലക്ഷം എന്നുള്ള കണക്കിൽ ദിവസം പ്രതി ആളുകളെ 30,000-വും 40,000-വും പേര് രോഗികളാക്കുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പത്രത്തിൽ വായിക്കുമ്പോൾ ഇന്ന് 60,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ജനസാന്ദ്രതയൊക്കെ കൂടുതൽ തന്നെയാണ്. അറിയാം, നിങ്ങൾ അറിയുന്നതിന് മുമ്പും അറിയാം, അറിഞ്ഞതിന് ശേഷവും അറിയാം, ജനസാന്ദ്രതയൊക്കെ കൂടുതൽ തന്നെയാണ്. ഈ കൊച്ചു കേരളത്തിൽ 60,000 പേര് രോഗബാധിതരായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാതെ അശാസ്ത്രീയമായ ചില ടെസ്റ്റ് പോസിറ്റിവിറ്റി അഭ്യാസങ്ങളിലൂടെ ഒരു അന്ധവിശ്വാസ പ്രചരണം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ധവിശ്വാസ പ്രചരണം, ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത ഏത് പരീക്ഷണവും അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസ പ്രചരണത്തിലൂടെ നിങ്ങളുടെ സമൂഹത്തിലുണ്ടാക്കിയ അരാജകത്വവും അനാസ്ഥയും അനാഥത്വവും ഉണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഒരു പുനരധിവാസത്തിൻ്റെ ശീലത്തിലേക്ക് ജനങ്ങളെ മടക്കി കൊണ്ടുപോകുന്നത് എങ്ങനെ? പടിപടിയായിട്ട് ഉടനെ കൊണ്ടുപോകില്ല. ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കൊച്ചുകുട്ടികളുടെ അടുത്ത് ഇപ്പോഴേ ഈ പറഞ്ഞ മുൻകരുതലില്ലാതെ അയക്കണമെന്ന് പറയാൻ രക്ഷാകർത്താക്കൾ ധൈര്യപ്പെടുകയില്ല, ആരും ധൈര്യപ്പെടുകയില്ല. പക്ഷേ രക്ഷാകർത്താക്കളും അധ്യാപകരുമെങ്കിലും ഈ മൂക്കിക്കെട്ടും പഞ്ഞിക്കെട്ടും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ അസംബന്ധങ്ങളാണെന്ന് പറയണം. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഈ മൂക്കിക്കെട്ടും പഞ്ഞിക്കെട്ടും ഇല്ലാതെ ഞാൻ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചു കൊള്ളാം, എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പരിശോധന നടത്തിക്കൊള്ളൂ, അവിടെ പോസിറ്റിവിറ്റി റേറ്റ് കൂടുന്നുണ്ടോ 2 മാസത്തിനുള്ളിൽ, അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ചില പരിശോധന നടത്തിക്കൊള്ളൂ എന്ന് പറയാൻ സന്നദ്ധരായിട്ടുള്ള അധ്യാപകരുണ്ടെങ്കിൽ അത്തരം അധ്യാപകരുടെ സേവനം മുതലെടുത്തുകൊണ്ട് പല മേഖലകളിലും ഈ തരത്തിലുള്ള കെട്ടുപാടുകൾ അഴിച്ചു നീക്കിക്കൊണ്ട് പതുക്കെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനിയും വരാനിരിക്കുന്ന വിപത്തുകൾ, അതായത് US ഇമ്പീരിയലിസം ഇപ്പോൾ കൊണ്ടുവന്ന വിപത്തിനേക്കാളും കടുത്ത വിപത്തുകൾ ഇനിയും വരാനിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് US-ഉം ചൈനയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന തർക്കത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. അത് വെറും കച്ചവടമാണ്. ഇത് കച്ചവടമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ തമ്മിൽ നടക്കുന്ന തർക്കം. ഇപ്പോൾ ഗുരുമൂർത്തിയുടെ ഒരു ലേഖനം എന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്, അത് വായിക്കുമ്പോൾ ചിരി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരൻ ചോദിക്കുന്നു, ഞങ്ങളിവിടെ പരീക്ഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടിങ് തന്നല്ലോ, നമ്മൾ ദുരുദ്ദേശത്തോടെയാണ് നടത്തിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഞങ്ങൾക്ക് ഫണ്ടിങ് തന്നു? അപ്പോൾ ഒരു ഭാഗത്ത് ഒരു പരീക്ഷണം നടത്തുന്നു, ഫണ്ടിങ് കൊടുക്കുന്നു, പരീക്ഷണം നടത്തുന്നു, ഫണ്ടിങ് നടത്തുന്നു. ചൈനയിലൊരു പ്രശ്നവും ഉണ്ടായില്ല. ചൈനയിലെ വ്യൂഹാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ ഒരു വർഷം എത്ര പേര് മരിക്കും എന്നുള്ളതിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3000 എന്ന് പറയുന്ന അവിടെ ഒന്നുമല്ല. അവരവിടെ വെച്ചത് മൂടിക്കെട്ടിയിട്ട് അവർ മറ്റ് രാജ്യങ്ങളിൽ ഇതിൻ്റെ വിൽപ്പന എത്രത്തോളം അതിൻ്റെ സാധ്യത ഉണ്ടെന്നുള്ളത് അന്വേഷിക്കുക. നല്ല കച്ചവടക്കാരനാണ് ചൈന, കമ്മ്യൂണിസ്റ്റുകാരനല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ല, നല്ല കച്ചവടക്കാരനാണ്. എങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ആലോചിക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരനും ഈ പറയുന്ന പരമ്പരാഗത കച്ചവടക്കാരനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇത് ഒരു കാരണമായി തീരുകയും ഇത് വ്യാപിപ്പിച്ചിട്ട് കുറേയധികം ലോക്ക്ഡൗണുകൾ ഉണ്ടാക്കി ജനങ്ങളെ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയുവാനുള്ളത്, നമ്മൾ തിരുത്തി തുടങ്ങുന്നത് ലോക്ക്ഡൗണിൽ നിന്നാകണം. തിരുത്തി തുടങ്ങുന്നത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഉണ്ടാകണം. അല്ലാതെ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാക്കി കളയാമെന്നൊന്നും വിചാരിക്കരുത്. ഓൺലൈൻ ക്ലാസ്സുകളിൽ ഓൺലൈൻ അവിടെ ഉണ്ടാകും, പക്ഷേ മനുഷ്യരവിടെ ഉണ്ടാകില്ല. നമുക്ക് നമ്മുടെ കുട്ടികളെ മടക്കി തരണം. നമുക്ക് നമ്മുടെ കുട്ടികളെ തിരികെ വേണം. നമ്മുടെ കൊച്ചു കുട്ടികളെ തിരികെ വേണം. പുതിയ തലമുറയെ തിരികെ വേണം. അവർക്ക് ചിരിക്കാനും കളിക്കാനും സൗഹൃദത്തോടെ സഞ്ചരിക്കാനും പഠിക്കുവാനും പാടുവാനും ഓടുവാനും അവർക്ക് പറമ്പുകൾ വേണം. അവർക്ക് സ്ഥലം വേണം, ജീവിക്കുവാനുള്ള സ്ഥലം വേണം. അതെങ്ങനെ പതുക്കെ ഓരോ കെട്ടുപാട്, ഉടനെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നല്ല പറയുക,
ഓരോ കെട്ടുപാടുകൾ അഴിക്കണമെന്നതിന് പകരം വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഞാൻ എല്ലാം അങ്ങ് ഓൺലൈൻ ആക്കാമെന്നങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കും. അതെന്തൊരു തീരുമാനമാണ്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നയവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ധാരണയില്ലേ? ധാരണ ഉണ്ടാവണമല്ലോ. ധാരണ ഇല്ലാതിരിക്കുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഒരാളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എല്ലാ രംഗങ്ങളിലും ഒരു റീവാമ്പിങ്, ഒരു റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായേ പറ്റൂ. അത് വളരെ ശ്രമകരമായ പ്രവർത്തനമാണ്. ആഫീസിലിരുന്ന് ഉണ്ടും ഉറങ്ങിയും മനുഷ്യനെ ചൂഷണം ചെയ്തും റെക്കമെൻഡേഷൻ കൊടുത്തും സ്വന്തക്കാരെയും ബന്ധുക്കളെയും പല തസ്തികകളിലും നിയമിച്ചുകൊണ്ടും നേടാവുന്ന ഒന്നല്ല. അങ്ങനെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാതായിത്തീരണമെന്നോ, നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഇവിടെ ഈ രാഷ്ട്രീയ രംഗത്ത് നിഷ്ക്രമിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ശരിയായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് പകരം പൊട്ടം കളിക്കുകയാണെങ്കിൽ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടം കളിയാണ്. അതായത് ഒരു 100 മാധ്യമങ്ങളും 100 ചാനലുകളും ഒന്നും കേട്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ഞാനും ഒന്നും കേട്ടില്ല, ആരും ഒന്നും കേട്ടില്ല, ജനങ്ങൾക്കിവിടെ യാതൊരു ശബ്ദവുമില്ല എന്നൊന്നും ധരിക്കരുത്. ഈ പൊട്ടം കളി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല. വിദ്യാഭ്യാസ രംഗത്ത് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെ കോപ്പിയടി മാത്രമല്ല, ഇതൊക്കെ ആരാ കൊണ്ടുവന്നതെന്നറിയാം. സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് ആരാന്നറിയാം. അതിനെതിരെ നടന്ന സമരത്തിൻ്റെ കഥ നമുക്കറിയാം. അതിനെയെല്ലാം വഞ്ചിച്ചതിൻ്റെ പ്രതിഫലം തിന്ന് കൊഴുത്തിരിക്കുന്നവരാണ് ഇന്നത്തെ ഭരണാധികാരികളെന്നും അറിയാം. അതുകൊണ്ട് നിങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ തന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. മനസ്സിൻ്റെ ഒരു എക്സ്റേ എന്നതുപോലെ ശരീരത്തിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. എവിടെയൊക്കെ എന്തൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തിരുത്തേണ്ടിടത്ത് തിരുത്തുക. അതിന് പകരം ദിവസവും ഓരോ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് കോവിഡ് പിടിച്ച് മരിച്ച കുട്ടിയൊക്കെ സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അർത്ഥമില്ല. കോവിഡ് കൊണ്ടല്ല മരിച്ചതെങ്കിൽ പോലും, ആരും കോവിഡ് കൊണ്ടല്ല മരിച്ചത്, ഈ മരിച്ചതിൽ ഒട്ടുമിക്കവാറും പേരും കോവിഡ് കൊണ്ടല്ല മരിച്ചത് എങ്കിൽ പോലും അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാകണം. എന്ന് വെച്ചാൽ ഈ കോവിഡ് കാലത്ത് ഒരുപാട് അനാഥരായ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം കോവിഡ് എന്ന് പറയുന്ന രോഗത്തിന്മേൽ നിങ്ങൾ പടർത്തിവിട്ട അന്ധവിശ്വാസമാണ്. അതിൻ്റെ സർവ്വവ്യാപനത്തെപ്പറ്റി നിങ്ങൾ പടർത്തിവിട്ട കഥകളാണ്, സംഭ്രാന്തികളാണ് ഒരുപാട് കുടുംബങ്ങളെ നിശ്ചലമാക്കിയത്, ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ആ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണം. സംരക്ഷണത്തിന് അവർക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. അതിന് വേണ്ടത് അവർക്ക് ജോലിയാണ്, അധ്വാനിക്കാനുള്ള ഇടമാണ്. ജനങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ഇടം, ഉൽപ്പാദനത്തിനുള്ള ഇടം തിരിച്ചു പിടിച്ചു കൊടുത്തേ മതിയാവൂ. എല്ലാം വിൽക്കാമെന്നും എല്ലാം മരുമോൻ പറയുന്നത് പോലെ അങ്ങ് കടൽ തീരം മുഴുവൻ അങ്ങ് സായിപ്പിന് എഴുതി കൊടുത്ത് ടൂറിസത്തിൽ നിന്ന് കുറച്ച് കാശുണ്ടാക്കാമെന്നും ടൂറിസവും കള്ളും തിന്ന് നമുക്ക് ജീവിക്കാമെന്നൊന്നും കരുതരുത്. അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് തിരുത്തലിൻ്റെ അവസരമാണ്, തിരുത്തലിൻ്റെ അവസാനത്തെ അവസരമാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ തിരുത്താൻ തുടങ്ങുന്നില്ല, നിങ്ങൾ പൊട്ടൻ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചരിത്രം വെറുതെ വിടുകയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്.